بسم الله الرحمن الرحيم نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. فيا خسارة نفس في تجارتها لم تشتري الدين بالدنيا ولم تسمي ومن يبع عاجلا منه بعاجله يبله الغبن في بيع وفي سلم. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. ബഹുമാന്യരെ, അല്ലാഹുവിന്റെ സാധുക്കളായ അടിമകളായ നാം ലക്ഷക്കണക്കായ അനുഗ്രഹങ്ങൾ അല്ലാഹു ഓരോ സമയത്തും നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അനുഭവിക്കുകയും അവന്റെ ഭൂമിയിൽ നാം താമസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു. ആ ജീവിതത്തിനിടയിൽ നമുക്ക് ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങി ജീവിതോപാധികളായി ആവശ്യമുള്ള വിഷയങ്ങൾക്ക് വേണ്ടി നാം ചെലവഴിക്കും. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുക എന്നത് ആവശ്യമാണ്. ഇവിടെ ജീവിക്കാതെ പാരത്രിക ലോകത്തേക്ക് പോകാൻ വകുപ്പില്ല. അതുകൊണ്ട് ഇവിടെ ജീവിക്കാൻ ആവശ്യമായ വിഷയങ്ങൾ നാം പ്രവർത്തിക്കുന്നു, നിർവഹിക്കുന്നു. അത് ആവശ്യമാണ്. പക്ഷേ
നമ്മുടെ യഥാർത്ഥ ജീവിതം ഈ ഭൂമിലോകത്തുള്ള ഈ ജീവിതം അല്ല. നാം നേരത്തെ ഉമ്മയുടെ വയറ്റിൽ ഏകദേശം 10 മാസത്തോളം ജീവിച്ചിരുന്നു. അന്ന് നമുക്ക് അറിയില്ലായിരുന്നു അവിടുത്തെ ജീവിതത്തിന് ശേഷം വിശാലമായ ഒരു ഭൂമിയിൽ കുറെ കാലം കുറെ അനുഭവങ്ങൾ നമുക്ക് നേരിടാനുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഉമ്മയുടെ വയറ്റിൽ ജീവിക്കുമ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു. അന്ന് ആ സ്ഥലം വലിയ വൃത്തിയുള്ള സ്ഥലമല്ല എന്ന ബോധവും നമുക്ക് ഇല്ലായിരുന്നു. ഉമ്മ വളരെ മഹത്വമുള്ളവരാണ് ഉമ്മ. പക്ഷെ ഉമ്മയുടെ വയറ്റിന്റെ ഉള്ളിൽ നമ്മൾ കിടന്ന സ്ഥലം അത്ര വൃത്തിയുള്ള സ്ഥലം അല്ല. പക്ഷേ അല്ലാഹുവിന്റെ സംരക്ഷണം, നമ്മൾ ചെളിയും വെള്ളവുമുള്ള ഒരു തടാകത്തിൽ പോയി 2 ദിവസം അല്ലെ 3 ദിവസം അവിടുന്ന് തലയും കാതും മൂക്കും ശരീരൊട്ടാകെ നനഞ്ഞി പൊതിർന്നു വെള്ളത്തിൽ കിടന്നാൽ ജലദോഷം പിടിച്ചിട്ട് പിന്നെ ശ്വാസം മുട്ടിയിട്ടൊക്കെ ജീവിക്കാൻ പ്രയാസമാണ്. അതേസമയം ഉമ്മയുടെ വയറ്റിൽ വളരെ വൃത്തി കുറഞ്ഞ ഒരു സ്ഥലത്ത് നാം എത്രയോ കാലം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ജലദോഷവും പിടിച്ചിട്ടില്ല. അതിന്റെ പേരിൽ ഒരു തലവേദനയും ഉണ്ടായിട്ടില്ല. ഒരു തണുപ്പും ഒരു അലർജിയും സംഭവിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ സംരക്ഷണമാണ്. അവിടെ നാം കഴിച്ച ഭക്ഷണം ഇപ്പോൾ നമുക്ക് ഓർത്താൽ കഴിക്കാൻ വിഷമം തോന്നുന്നതാണ്. അത് ഉമ്മയുടെ നിർത്തിയിട്ടുള്ള രക്തമാണ്. അത് കഴിച്ചിട്ടില്ല എന്ന് പറയാൻ വകുപ്പില്ല. പക്ഷേ അല്ലാഹു അവന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ വായിലൂടെ അത് തന്നിട്ടില്ല. അതിന് സ്പെഷ്യൽ കുഴൽ സൃഷ്ടിച്ച് ആ കുഴലിലൂടെയാണ് നിഷേധിക്കാൻ കഴിയില്ല. അങ്ങയുടെ ഉമ്മയുടെ വയറ്റിൽ വെച്ച് രക്തം കുടിച്ച് വൃത്തി പറഞ്ഞ സ്ഥലത്ത് കുറച്ചു കാലം നാം ജീവിച്ചപ്പോൾ അന്ന് നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല അവിടുന്ന് പുറത്തേക്കൊരു യാത്രയുണ്ടെന്നും ആ യാത്ര കഴിഞ്ഞിവിടെ വന്നാൽ ഒരു വിശാലമായ ഭൂമി ഇങ്ങനെ കുറെ ആളുകളൊക്കെ കാണേണ്ടി വരുന്നു, ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നു, അതുപോലെ ഇവിടെ ബിരിയാണി അതുപോലെ മറ്റു ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നു. അതൊന്നും അവിടുന്ന് ആലോചിച്ചില്ല. ഇനി ഏതെങ്കിലും ഒരു ഉമ്മാന്റെ വയറ്റിൽ നിന്ന് ഒരു കുട്ടി വേറൊരു കുട്ടിയോട് അങ്ങനെ സംഭവിക്കാമല്ലോ. ഇപ്പൊ അടുത്ത് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടികളിലായിട്ട് നേർച്ചയായിട്ട് ഇതുള്ളത് ഇക്കറി തന്നിരുന്നു. ഇപ്പം സ്കാൻ ചെയ്തപ്പോൾ 2 കുട്ടിയുടെ വയറ്റിൽ നിന്നാണ് പറയുന്നത്. അല്ലാഹു തആല അവർക്ക് സുഖപ്രസവം കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞത് 2 കുട്ടിയുണ്ടായി. അപ്പൊ വയറ്റിൽ ഒരു കുട്ടി മറ്റേ കുട്ടിയോട് പറഞ്ഞു, മോനെ ഇവിടുന്ന് പോയാലേ നമുക്ക് വിശാലമായൊരു ഭൂമിയിൽ കുറെ കാലം താമസിക്കാനുണ്ട്. അവിടെ ഇങ്ങനെയൊന്നല്ല, ഇവിടുന്ന് കുടിക്കുന്ന ഭക്ഷണമൊന്നുമല്ല, നല്ല രസമുള്ള ഭക്ഷണങ്ങളുണ്ട്, ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്, നല്ല പാലുണ്ട്, തേനുണ്ട്, അതുപോലെ അവിടെ പുഴയുണ്ട്, ഒരുപാട് പുഴയുണ്ട്, അങ്ങനെ കടലുണ്ട്, കരയുണ്ട്, കുറെ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മറ്റേ കുട്ടി ചിലപ്പോൾ അംഗീകരിച്ചില്ല. കാരണം അതൊന്നും ഇപ്പൊ അനുഭവിച്ചിട്ടില്ല, പിന്നെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ അവിടെ നിന്ന് അത് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കണമെങ്കിൽ വലിയ പ്രയാസമാണ്. എന്നല്ല, ഒരു ചിന്ത പറഞ്ഞ കുട്ടിയാണെങ്കിൽ മറ്റേ കുട്ടിയോട് അതൊക്കെ വെറുതെ പറയാൻ അങ്ങനെ ഒരു സംഭവം ഇവിടുന്ന് പോയാലില്ലേ, ഇവിടുന്ന് പോയാൽ കഴിഞ്ഞ് ഹലാസ് തീർന്നു എന്ന് ഒരുപക്ഷെ വയറ്റിൽ അങ്ങനെ ഒരു ചർച്ച നടന്നെങ്കിൽ പറയുമായിരുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ കുറച്ചുകൂടി കുറ്റകെട്ട കുട്ടിയാണെങ്കിൽ വയറ്റിൽ ഇങ്ങനെ ഒരു ജീവിതമുണ്ട്, പോകാനിട്ട് പറയുകയേ ഇല്ല,
ഇല്ലാതെ തെളിവ് തെളിവ് പോയവരാരും മടങ്ങി വന്നിട്ടില്ല. ഉമ്മാന്റെ വയറ്റിൽ പുറത്തു കയറാൻ ഉമ്മാന്റെ വയറ്റിൽ തിരിച്ചു പോയി. അപ്പൊ പോയാൽ ജീവിതത്തിലാന്ന് ഉറപ്പാണ്, എന്നെ മടങ്ങി വരൂലേ എന്ന് വേണമെങ്കിൽ ഒരു വൃത്തം കെട്ട കുട്ടി ചോദിക്കാൻ ഹിതമുണ്ടായിരുന്നു. ബുദ്ധിയുള്ള കുട്ടിയാണ് സംസാരിച്ചതെങ്കിൽ അവർ മറുപടി പറയാം. ഞാൻ പറഞ്ഞത് പോയ സ്ഥലത്ത് ജീവിതമുണ്ടെന്നാ, തിരിച്ചുകൊണ്ട് വരുന്നല്ല. പോകുന്ന സ്ഥലത്ത് ജീവിതമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഉമ്മയുടെ വയറ്റിലേക്ക് തിരിച്ചു വരും എന്നല്ല എന്ന് അവൻ മറുപടിയും പറയാനുണ്ടാകുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ചർച്ച വയറ്റുന്നത് നടന്നിട്ടില്ല. നടന്നെങ്കിൽ ഇവർക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ, ഇടുങ്ങിയ വൃത്തികെട്ട ഒരു സ്ഥലത്ത് അല്ലാഹുവിന്റെ സംരക്ഷണ പ്രകാരം 10 മാസത്തോളം കഴിച്ചുകൂട്ടിയ നാം ആ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വന്നു. അതിലിപ്പോ സംശയമില്ല. പുറത്തു വന്ന ആ യാത്ര കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് ഘട്ടം ഘട്ടമായി അല്ലാഹു തആല പല അവസ്ഥകളും തന്നു. ഉമ്മയുടെ വയറ്റിലും പല ഘട്ടങ്ങളായിരുന്നു. ഘട്ടമായി വളർന്ന് വന്നിട്ടാണ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. എന്നാൽ ഈ ഭൂമിയിൽ വന്നതിന് ശേഷം വന്ന ഉടനെ ഇന്നത്തെ ഈ അവസ്ഥയല്ല. അന്ന് സംസാരശേഷിയില്ല, ഭാഷ അറിയില്ല, അന്ന് ആളറിയില്ല, അന്ന് വിഷയങ്ങൾ ചിന്തിക്കാനുള്ള ബുദ്ധി പോരാ. അന്ന് ചെറിയ ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞ് ബിരിയാണിയോ അല്ലെങ്കിൽ വേറെ ഊണോ പൊറാട്ടയോ ചപ്പാത്തിയോ തിന്നുന്ന നിരക്കല്ല. മറിച്ച് അതാ കിടന്ന സ്ഥലത്ത് തന്നെ മൂത്രമൊഴിക്കുകയും കിടന്ന സ്ഥലത്ത് തന്നെ വിസർജിക്കുകയും കിടന്ന സ്ഥലത്ത് നിന്ന് വാവിട്ട് നിലവിളിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം. പക്ഷേ ആ കുട്ടിക്കും അല്ലാഹു തആല ഭക്ഷണം വെച്ചത് ഉമ്മയുടെ ശരീരത്തിലാണ്. കാരണം ഉമ്മയെന്ന് പറയുന്നത് ഒരു ചെറിയ വിഷയമല്ല. ഉമ്മയെന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. ഉമ്മ, ഏതൊരു മനുഷ്യനും ഉമ്മ അത് വലിയൊരു സംഭവമാണ്. ഉമ്മയെ സ്നേഹിക്കാതെ, ഉമ്മയെ ബഹുമാനിക്കാതെ, ഉമ്മയെ പ്രിയം വെക്കാതെ, ഉമ്മക്ക് വേണ്ട ഖിദ്മത്ത് ചെയ്യാതെ ഒരു മനുഷ്യനും ജീവിക്കാൻ ഒരു നിലക്കും വകുപ്പില്ല. മതപരമായി വകുപ്പില്ല, ബുദ്ധിപരമായി വകുപ്പില്ല, സാംസ്കാരികമായി വകുപ്പില്ല. ഒരു നിലക്കും ഉമ്മയെ വേണ്ട പരിഗണിക്കാത്ത ഒരു ജീവിതത്തിന് വകുപ്പില്ല. ഞാൻ പറഞ്ഞല്ലോ, ഉമ്മയുടെ വയറ്റിൽ കുറെ കാലം കഴിഞ്ഞുകൂടി. അന്ന് ഉമ്മയുടെ രക്തം തന്നെ നമ്മുടെ ശരീരത്തിൽ അല്ലാഹു തആല തന്നു. ഒരുപാട് പ്രയാസങ്ങൾ വളരെ പ്രയാസപ്പെട്ട് ദുർബലയായി ഉമ്മ നമ്മെ വഹിച്ചു കിടന്നു. ഒരുപാട് പ്രയാസങ്ങൾ ഉമ്മ സഹിച്ചു. അവസാനം വലിയ വേദന സഹിച്ചു. അങ്ങനെയാണ് കുട്ടി പുറത്തേക്ക് വന്നത്. ആ കുട്ടിയോട് ഉമ്മ കാണിച്ച സ്നേഹം ചെറിയ സ്നേഹമല്ല. ആ കുട്ടിക്ക് ഉമ്മയുടെ ശരീരത്തിൽ തന്നെയാണ് വീണ്ടും അല്ലാഹു ഭക്ഷണം വെച്ചിട്ടുള്ളത്. ആ ഭക്ഷണമാണ് മുലപ്പാൽ. ആ മുലപ്പാൽ കുടിച്ച് നമ്മൾ വളർന്നു. ഉമ്മയുമായുള്ള ബന്ധം, ആ ബന്ധം ഒരിക്കലും ഒരു മനുഷ്യനും മറക്കാനോ അതേ മാറ്റി പറയാനോ കഴിയാത്ത വിധം വല്ലാത്ത ബന്ധം ഉമ്മയുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചു. അങ്ങനെ ഉമ്മയുടെ മടിത്തട്ടിൽ കിടന്ന് നമ്മൾ വളർന്നു. ബാപ്പ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയും ഉയർച്ചയ്ക്ക് വേണ്ടിയും നമ്മെ പോറ്റി വളർത്തുന്നതിന് വേണ്ടിയും കഠിനാധ്വാനം ചെയ്തു. അങ്ങനെ ഉമ്മയും ബാപ്പയും സഹകരിച്ച് നമ്മെ വളർത്തി. ഞാൻ പറഞ്ഞു വരുന്നത്, ആ വളരുന്ന സമയത്ത് ഉമ്മയുടെ മുലപ്പാല് കുടിക്കുമ്പോൾ മുല കടിച്ചു പോയാൽ ഉമ്മക്ക് വേദനിക്കും. വേദനയായാൽ മാത്രമല്ല, ഉമ്മയുടെ മുല പഴുക്കും. പഴുത്താൽ പിന്നെ നമുക്ക് മുല തരാൻ കഴിയില്ല. അതുകൊണ്ട് ലോകസഖാവായ അല്ലാഹു ആ സമയത്ത് നമ്മുടെ വായിൽ പല്ല് തന്നില്ല. മറ്റുള്ളതെല്ലാം അല്ലാഹു തന്നിട്ടുണ്ട്. പ്രസവിക്കപ്പെടുന്ന സമയത്ത് തലയിൽ മുടിയുണ്ട്, കൈക്ക് നഖമുണ്ട്.
അങ്ങനെ എല്ലാ വസ്തുക്കളും സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ വായിൽ പല്ല് അവൻ സൃഷ്ടിച്ചിട്ടില്ല. കാരണം പല്ലുണ്ടായാൽ നമ്മുടെ ഭക്ഷണം മുടങ്ങും. അതുകൊണ്ട് വായിൽ പല്ല് റബ്ബ് സൃഷ്ടിച്ചു തന്നിട്ടില്ല. അങ്ങനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ആവശ്യമുള്ളതെല്ലാം തന്നുകൊണ്ട് പോറ്റി വളർത്തിയ റബ്ബുൽ ആലമീൻ നമ്മളെ മാത്രമല്ല അവൻ പോറ്റി വളർത്തിയിട്ടുള്ളത്. നമുക്ക് ആവശ്യമുള്ള എല്ലാം അവൻ പോറ്റി വളർത്തുന്നുണ്ട്. ആടുകളെയും ഒട്ടകങ്ങളെയും നിങ്ങൾക്ക് വേണ്ടി അവൻ പഠിച്ചിട്ടുണ്ട്. ആ ജീവികൾക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ പുല്ലുകളും മറ്റ് സാധനങ്ങളും അല്ലാഹു പഠിച്ചിട്ടുണ്ട്. അതാണ് سبح اسم ربك الأعلى سبحان ربي الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى. അല്ലാഹുവിനെ പുകഴ്ത്തി പറയാൻ കൽപ്പിച്ചുകൊണ്ട് അല്ലാഹു നമ്മോട് പറഞ്ഞില്ലേ, സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ലാ, ഏറ്റവും പരമോന്നതനായ റബ്ബിനെ നിങ്ങൾ പുകഴ്ത്തി പറയുവീൻ, ആ റബ്ബിനെ നിങ്ങൾ വാഴ്ത്തി പറയുവീൻ. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ലാ വെള്ളിയാഴ്ച തോറും നമ്മൾ കേൾക്കുന്ന ഒരു സൂറത്താണ്. വളരെ അർത്ഥവത്തായ ഒരു സൂറത്താണ്. ഇരിക്കട്ടെ, ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ലാ അത് ഓതുന്നത് കേൾക്കുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് പറയൽ പുണ്യമുണ്ട്. നമ്മുടെ ഇമാം സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ലാ എന്ന് നിസ്കാരത്തിൽ ഓതുന്നത് കേട്ടാൽ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഓതുന്നത് കേട്ടാൽ, ഇനി സ്വന്തം തന്നെ ഓതിയാലും സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ലാ എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഓതുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് പറയൽ പുണ്യമുണ്ട്. കാരണം അല്ലാഹുവിനെ പുകഴ്ത്തി പറയാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ലാ. അത് കേൾക്കുമ്പോൾ തന്നെ മോചനായ മനുഷ്യൻ പറയണം, എന്ത് പറയണം? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. അല്ലാഹുവിനെ പുകഴ്ത്തി പറയുന്ന ഒരു തസ്ബീഹാണ് സുബ്ഹാന. സുബ്ഹാന എന്ന വാചകം അല്ലാഹുവിനെ പുകഴ്ത്തി പറയുന്ന വാചകമാണ്. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും സുബ്ഹാന സുബ്ഹാന എന്ന വാചകം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട അടിമ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്റാ നടത്തിയ റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സുബ്ഹാന എന്ന് അല്ലാഹു പറഞ്ഞു. അങ്ങനെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് സുബ്ഹാന, അല്ലാഹു പരിശുദ്ധനാണ് എന്ന വസ്തുത പ്രഖ്യാപിക്കുന്നതാണ് സുബ്ഹാന എന്ന വാക്ക്. സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് വിത്റിന്റെ ശേഷം, വിത്ർ നിസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം ചൊല്ലലാണ് സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്. മൂന്നാമത്തെ പ്രാവശ്യം അല്പം ഉറക്കെ പറയുന്നത് പുണ്യമാണ്. സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്. അല്ലാഹുവിനെ പുകഴ്ത്തി പറയുന്ന ദിക്റാണ്. നമ്മൾ റുകൂഇൽ ചൊല്ലുന്നതും സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദിഹി. മഹാനായ അല്ലാഹുവിന്റെ പരിശുദ്ധത, അവൻ പരിശുദ്ധനാണ് എന്നത് വാഴ്ത്തി പറയുകയാണ്, അവനെ സ്തുതിക്കുകയുമാണ്. അതേ സമയത്ത് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, പരമോന്നതനായ എന്റെ റബ്ബിനെ ഞാൻ പുകഴ്ത്തി പറയുകയാണ്. അവൻ പുകഴ്ത്തപ്പെടേണ്ടവനാണ്, അവൻ പുകഴ്ത്തപ്പെടുന്നവനാണ്, അവൻ ഏറ്റവും പരിശുദ്ധനാണ്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. അവനെ സ്തുതിക്കുന്നതോടുകൂടി നമ്മൾ ചൊല്ലുന്ന ദിക്റൊക്കെ അർത്ഥം അറിഞ്ഞുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും ചൊല്ലിയാൽ അതിന് വലിയ ഫലം കൂടുതലുണ്ട്. സുബ്ഹാന എന്ന വചനം അല്ലാഹുവിനെ പുകഴ്ത്തുന്ന വചനമാണ്. സുബ്ഹാനല്ലാഹ്
എത്രയോ ചൊല്ലേണ്ട ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹ്. നമ്മൾ നിസ്കാരത്തിന് ശേഷം ഓരോ നിസ്കാരത്തിന് ശേഷം 33 പ്രാവശ്യം പ്രത്യേകം ചൊല്ലുന്നുണ്ട് സുബ്ഹാനല്ലാഹ്. ഓരോ നിസ്കാരത്തിനും ശേഷം സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാഹ് 33 അല്ലാഹു അക്ബർ 33 പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 100 ആകെ 1.5 മിനിറ്റ് മതി. 1.5 മിനിറ്റ് ആകെ 90 സെക്കൻഡ് അല്ലെങ്കിൽ 100 സെക്കൻഡ് മതി. ആ 100 സെക്കൻഡ് കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് 100 ദിക്ർ നമുക്ക് ലഭിക്കാൻ പോകുന്നത് 1000 പ്രതിഫലം. 5 നേരം ചെയ്താൽ കിട്ടുന്നത് 5000 പ്രതിഫലം നമ്മുടെ അക്കൗണ്ടിലേക്ക് ആകെ 1.5 മിനിറ്റ് ചെലവാക്കിയാൽ മതി. പക്ഷേ നമ്മൾ വലിയ തിരക്കാണ്. ഒന്നിനും നേരല്ല, ദിക്റിലുള്ള നേരല്ല, സലാത്തിലുള്ള നേരല്ല, ഖുർആനോ നേരല്ല, ദ്വാരക്കാൻ നേരല്ല, അമീൻ പറയാൻ നേരല്ല. ഇന്ന് വെള്ളിയാഴ്ച കഴിഞ്ഞുകൊണ്ട് എല്ലാ തിരക്കും ആൾക്കാർക്ക് പോകേണ്ട തിരക്ക് ആ തിരക്കിന്നെ ഒരു 1.5 മിനിറ്റ് വരികയല്ല. ഈ എത്ര പ്രതികൾ കിട്ടും? 5 നേരം ചെയ്യാൻ 5000 പ്രതികൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അതിന്റെ പുറമെ സഹോദരിമാരെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ വളരെയേറെ ജോലിയെടുത്ത് പ്രയാസപ്പെട്ട് ഒരു സർവ്വത്തിന് വേണമെന്ന് ആവശ്യപ്പെടാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തിയെന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ്. ചുരുക്കി പറയാൻ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ആ സമയം സംസാരിക്കാൻ സാഹചര്യപരമായ കാരണങ്ങളും കഴിയാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ എന്തിനു വന്നു എന്ന് അന്വേഷിക്കാൻ വീട്ടിലേക്ക് വന്നു. ഭർത്താവ് അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ കിടക്കുന്ന സമയമാണ്, രാത്രിയാണ്. ആ സമയത്ത് സമീപത്ത് വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളുടെ വന്ന കാര്യം അന്വേഷിച്ചു. മറുപടിയൊക്കെ ലഭിച്ചതിന് ശേഷം ജോലിയെടുത്ത് തളർന്നിരിക്കുന്നു, ഒന്നിനും സാധിക്കുന്നില്ല, ഒരു സർവ്വത്തിന് കിട്ടിയാൽ കേടില്ല എന്ന അഭിപ്രായം പറഞ്ഞപ്പോൾ മോളെ അതിനേക്കാളെല്ലാം ഖൈറായത് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ദിക്ർ ഈ സാധുവായ സദസ്സുകളുടെ ഉമ്മമാരെ സഹോദരന്മാരെ നമ്മളത് പതിവാക്കിയാൽ അത് എത്ര വലിയ ഫലം കിട്ടുന്ന കാര്യമാണ്. ഉറങ്ങാൻ കിടക്കുന്ന സമയം നമ്മുടെ അക്കൗണ്ട് ക്ലോസാക്കുന്ന സമയമാണ്. ആ അക്കൗണ്ട് ക്ലോസാക്കുന്ന സമയത്ത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് 33 സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാഹ് 34 പ്രാവശ്യം അല്ലാഹു അക്ബർ അങ്ങനെ 100 ദിക്ർ ആ സമയത്ത് ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അധ്വാനിച്ച് ക്ഷീണിച്ച് തഴമ്പിച്ച് ബുദ്ധിമുട്ടുന്ന പ്രയാസങ്ങൾ അതിന് മകൾക്ക് ഒരു സർവ്വതിനെ കൊടുക്കുന്നതിന് പകരം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകൾക്ക് റബ്ബിന്റെ അടുക്കൽ സ്ഥാനം കിട്ടുകയാണ് വേണ്ടത്. ദുനിയാവിലുള്ള അധ്വാനം പ്രശ്നമല്ല, എന്റെ മകൾക്ക് പാരത്രിക ലോകത്തേക്ക് സമ്പാദ്യം വേണം എന്ന നിലയ്ക്ക് 100 ദിക്റുകളാൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഖബൂൽ ചെയ്യുകയാണ്. അലി ഇബ്നു താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് പഠിച്ചത് മുതൽ ഞാൻ ഒരിക്കലും ആ ദിക്ർ കൈയൊഴിച്ചിട്ടില്ല. ഉറങ്ങുന്ന സമയത്ത് ഞാനത് ചൊല്ലാറുണ്ട്. 33 സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാഹ് 34 അല്ലാഹു അക്ബർ 100 ദിക്ർ 1000 പ്രതിഫലം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്. ഒന്നിന് 10 കൊടുക്കുമെന്ന് അല്ലാഹു തആല വാഗ്ദത്തം ചെയ്തതാണ്. അതുകൊണ്ട് 100 ദിക്റിന് 1000 പ്രതിഫലമാണ്. കേട്ടെ, ഇപ്പോൾ അതിലേക്ക് കടന്ന് വിശദമായി പറയുന്നില്ല. സുബ്ഹാനല്ലാഹ് അല്ലാഹു പരിശുദ്ധനാണ്. പല സ്ഥലത്തും അല്ലാഹു തആല പ്രഖ്യാപിച്ച ഒരു വിഷയമാണ് സുബ്ഹാന. ഇനി നിങ്ങൾ കാണാം സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. വാഹനത്തിൽ കയറിയാൽ ബിസ്മി ചൊല്ലിയതിനു ശേഷം പ്രത്യേകം സുന്നത്തുള്ള ദിക്റ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ. ഈ വാഹനത്തെ എനിക്ക് പാകപ്പെടുത്തി അധീനപ്പെടുത്തി തന്ന എന്റെ റബ്ബി ആ റബ്ബ് പരിശുദ്ധനാണ്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. നമ്മൾ ആ റബ്ബ് പാകപ്പെടുത്തിയതനുസരിച്ച് വാഹനത്തെ യാത്ര ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് വലിയ അനുഗ്രഹം കൊടുത്തുകൊണ്ട് അവന്റെ പരിശുദ്ധതയെ വാഴ്ത്തി പറയുന്നത് വാഹനത്തിൽ കയറിയാൽ പ്രത്യേകം സുന്നത്താണ്. ചെറുപ്പക്കാരോട് വസിയത്ത് പറയുന്നു, വാഹനത്തിൽ കയറിയാൽ നമ്മൾ അഹങ്കാരികളാണ്.
നിങ്ങൾക്ക് എന്നോട് വസീയത്ത് പറയാം. മുസ്ലിയാരെ സ്റ്റേജിൽ കയറിയ അലങ്കാരിയാണ്. എന്നോട് പറയാം മുഅ്മിനീങ്ങളെ കൊണ്ട് നല്ല പറഞ്ഞത്. ആർക്കും അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. പലപ്പോഴും ബൈക്ക് അപകടങ്ങൾ കൊണ്ട് എത്രയോ മുസ്ലിം ചെറുപ്പക്കാർ മരണപ്പെട്ടു പോകുന്നു. പടച്ചറബ്ബേ, അപകടത്തിൽ മരിച്ചുപോയവർക്കൊക്കെ നീ ശഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഒട്ടകം, കുതിര തുടങ്ങിയ വാഹനങ്ങളാണ് അന്നത്തെ കാലത്തുള്ളത്. ആ വാഹനപ്പുറത്തു നിന്ന് വീണിട്ടോ വാഹനം കാരണമായ അപകടത്തിൽപ്പെട്ട് വാഹനാപകടത്തിൽ മരിച്ചു പോകുന്നവർക്ക് ശഹീദിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രസവവേദന കിട്ടി മരിച്ചു പോകുന്ന സ്ത്രീകൾക്കും ശഹീദിന്റെ പ്രതിഫലമുണ്ട്. ഛർദ്ദി അതിസാരം പോലെയുള്ള വയറ്റിന്റെ രോഗം കൊണ്ട് മരിക്കുന്നവർക്കും ശഹീദിന്റെ പ്രതിഫലമുണ്ട്. അതുപോലെ പ്ലേഗ് രോഗം കൊണ്ട് മരിക്കുന്നവർക്ക് ശഹീദിന്റെ പ്രതിഫലമുണ്ട്. അറിയാതെ അബദ്ധത്തിൽ വെള്ളത്തിൽ വീണ് മരിക്കുന്നവർക്ക് ശഹീദിന്റെ പ്രതിഫലമുണ്ട്. അറിയാതെ തീയിൽപ്പെട്ടുപോയി മരിക്കുന്നവർക്ക് ശഹീദിന്റെ പ്രതിഫലമുണ്ട്. അങ്ങനെ സ്വതാക്കളും ഈ പടച്ചറബ്ബിന്റെ അടുക്കൽ പലരുമുണ്ട്. യുദ്ധത്തിൽ മരിക്കുന്നവർ മാത്രമല്ല സ്വതാക്കൾ, ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി, പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി, സ്ഥാനമാനത്തിന് വേണ്ടിയല്ല, പേരെടുക്കാൻ വേണ്ടിയല്ല, തീവ്രവാദത്തിന് പോയതല്ല, ഭീകരവാദത്തിന് പോയതല്ല, വർഗീയവാദത്തിന് പോയതല്ല. അതേ മറിച്ച് ഇസ്ലാമിന്റെയും ഇസ്ലാമിക രാഷ്ട്രത്തിന്റെയും നിലനിൽപ്പിന് വേണ്ടി ഇസ്ലാമിക രാഷ്ട്ര തലവരുടെ കീഴിൽ നിന്നുകൊണ്ടുള്ള യുദ്ധം. ആ യുദ്ധമല്ലേ ബദറുൽ ഉഹുദുമൊക്കെ. അത് നാലാൾ കമ്പനി ഉണ്ടാക്കി നടത്തുന്ന എന്തെങ്കിലും ഭീകര പരിപാടിയല്ല, തീവ്രവാദ പരിപാടിയല്ല ബദറുൽ ഉഹുദുമൊക്കെ. അതൊക്കെ ഞാൻ പല സീനുകളിലും വിശദമായി പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴതിലേക്ക് കടക്കുന്നില്ല. ഇമാം ബുഖാരി ബാബു അൽ-ഇമാം ജുന്നത്തുൽ ബാബു അൽ-ഇമാം ജുന്നത്തുൽ യുഖാതലു ബിവറാഇഹി. ഭരണാധികാരിയുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് അധ്യായം തന്നെ സഹീഹുൽ ബുഖാരിയിൽ കൊടുത്തിട്ടുണ്ട്. അതേ വളരെ സമീപനം നന്നായ നിലക്ക്, വളരെ ക്രിയാത്മകമായ നിലക്ക്, നിയമപരമായി ഒരു രാഷ്ട്രത്തിൽ സമാധാനപരമായ ഭരണം നടക്കുമ്പോ ആ ഭരണത്തിൽ ജീവിക്കുന്ന ആളുകൾ തീവ്രവാദികളായിട്ട് നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാമിൽ അംഗീകാരമില്ല. അതിന് ഇസ്ലാമിന്റെ ഒരു പ്രമാണവും അതിനെ അനുവദിക്കുന്നില്ല. അതേ വർഗീയവാദത്തെ അനുകൂലിക്കുന്നില്ല. വർഗീയതയുടെ പേരിൽ പോരാടുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ലെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപനം. വർഗീയതക്കോ തീവ്രവാദത്തിനോ ഭീകരവാദത്തിനോ ഇസ്ലാമിൽ ഒരിക്കലും തന്നെ നിലനിൽപ്പില്ല. ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്ന് പലരും പ്രസംഗിക്കാറുണ്ട്. ഞാൻ പറയുന്നു, പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ പോരാ. തീവ്രവാദത്തെ ഏറ്റവും ശക്തിയായി എതിർത്ത മതമാണ് ഇസ്ലാം എന്ന് പറയണം. പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ പോരാ. ശരി, കടുത്തുകൂടി ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഒരു സ്ഥലത്ത് എഴുതിയിട്ടുള്ളൂ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ. അപ്പൊ ഞാനിങ്ങനെ മനസ്സിലാക്കി അടുത്ത ഒരു ചുമരുമലി ഇസ്ലാമിക കള്ളുകുടിക്കെതിരെ, ഇസ്ലാമിക വ്യഭിചാരത്തിനെതിരെ, ഇസ്ലാമിക പലിശക്കെതിരെ, ഇങ്ങനെ ഓരോരുത്തരെ. കാരണം പലിശയും കള്ളുകുടിയും വ്യഭിചാരവും ഒക്കെ ഇസ്ലാം കഠിനമായി വിരോധിച്ചതുപോലെ ഇസ്ലാം കഠിനമായി വിരോധിച്ച വിഷയമാണ് തീവ്രവാദവും ഭീകരവാദവും. പിന്നെ അതെങ്ങനെ ഇസ്ലാമീകരിക്കാൻ കഴിയുന്നു? ഇസ്ലാമിക തീവ്രവാദം എന്നെങ്ങനെ പ്രയോഗിക്കാൻ കഴിയുന്നു? സുഹൃത്തുക്കളെ, അതിലേക്ക് ഇപ്പോൾ കടക്കില്ല. ഇസ്ലാം ജിഹാദ് ഭീകരത എന്നെ സീഡിയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാ സീഡിയെ കിട്ടിക്കൊള്ളുന്നില്ല. ചിലർക്ക് തോന്നുന്നു ആ സീഡി ഇപ്പൊ ചെലവാക്കാൻ വേണ്ടി പറയാനാണ്. ഇവിടേക്ക് മനുഷ്യന്റെ എങ്ങനെ തോന്നുന്നു? നമ്മളൊക്കെ നല്ല നല്ലവർക്ക് തോന്നൂല. കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം, ഒരിക്കലും ഇസ്ലാം തീവ്രവാദത്തെ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഇസ്ലാമിൽ യുദ്ധമുണ്ടായിട്ടുണ്ട്. യുദ്ധം ആവശ്യമായി രാഷ്ട്രത്തിലെ പൗരന്മാരുടെ നിലനിൽപ്പിന് യുദ്ധം ചിലപ്പോൾ ആവശ്യമായി വരും. അങ്ങനെ ആവശ്യമായി വന്നപ്പോൾ ഇസ്ലാമിക രാഷ്ട്രം രാഷ്ട്രത്തലവന്റെ കീഴിൽ യുദ്ധം നടത്തി. അതാണ്
അത് തീവ്രവാദമല്ല, ഇത് യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ഷഹീദായി മരിക്കുന്ന അഥവാ രക്തസാക്ഷിയായി മരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന അതേ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന വേറെ കുറെ ആളുകളുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ പെട്ടതാണ് വാഹനാപകടത്തിൽ മരിച്ചു പോകുന്നവർ. ഇത് കേട്ടതുകൊണ്ട് കുട്ടികൾ ആരും തന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ സുബ്ഹാനല്ലാഹി സഖറല്ലാ ഹദാ പറഞ്ഞുകൊണ്ട് പറയാം, വാഹനത്തിൽ കയറിയാൽ അല്ലാഹുവിനെ പുകഴ്ത്തി ദിക്ർ ചൊല്ലണം, ബിസ്മി ചൊല്ലണം, അതിന്റെ പുറമെ അല്ലാഹുവിനെ പുകഴ്ത്തി ദിക്ർ ചൊല്ലണം. സുബ്ഹാനല്ലാഹി സഖറല്ലാ ഹദാ, ഇത് നമുക്ക് പാകപ്പെടുത്തുന്ന അല്ലാഹു പരിശുദ്ധൻ. ഒരിക്കലും തന്നെ നമ്മുടെ മനസ്സിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് അഹങ്കാരം കയറാൻ പാടില്ല. വാഹനത്തിൽ പോകുമ്പോഴും അഹങ്കാരം കയറാൻ പാടില്ല. പഴയ കാലത്തിന്റെ ഒരു ശൈലി, അംബാസഡർ കാറാണുള്ളത് നമ്മുടെ നാട്ടിൽ. ഈ അംബാസഡർ കാറ് ഗ്ലാസ് അങ്ങോട്ട് പൊക്കിയിട്ട് ഒരു കൈ ഇങ്ങനെ ഡോറുമ്മൽ അവിടെ വെക്കും. എന്നിട്ടൊരു യാത്ര അങ്ങനെ പോകുന്ന സമയത്ത് ഓട്ടോറിക്ഷയിൽ പോകുന്നവണൊക്കെ സംബന്ധിച്ചപ്പോ ഒരു ഇനിഷ്യൽ അംബാസഡർ കാറില്ല. അന്ന് അംബാസഡർ വലിയ കാറാണ്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. കാലം ഇങ്ങനെ പുരോഗമിച്ചു. ഇപ്പൊ അംബാസഡർ കാറിൽ കയറിയാലേ തോന്നൂല. ഒരു കാറിൽ കയറിയാലും ഒരു പ്ലെയിനിൽ കയറിയാലും ഒരു മോട്ടോർ ബൈക്കിൽ പോകുമ്പോഴും ഓ ചെറുപ്പക്കാരെ, നമ്മുടെ മനസ്സിൽ അഹങ്കാരം പാടില്ല. ഓരോ സെക്കൻഡിലും ആ വാഹനം നിയന്ത്രിക്കുന്ന അല്ലാഹുവാണ്, നമ്മെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. അവന്റെ പരിശുദ്ധത വായിക്കൊണ്ടാണ് നമ്മളുടെ മേലെ യാത്ര ചെയ്യേണ്ടത്. ഞാൻ ഈ അടുത്തൊരു സ്ഥലത്തൂടി ഇങ്ങനെ പോകുമ്പോ വല്ലാത്തൊരു കാഴ്ചകൾ കണ്ടു. എനിക്ക് വല്ലാത്ത വിഷമം തോന്നിയ മനസ്സിങ്ങനെ പിടച്ചു. രണ്ട് ചെറുപ്പക്കാരൻ മോട്ടോർ ബൈക്കിന്റെ മേലെ കയറിയിട്ടുണ്ട്. ആ മോട്ടോർ ബൈക്ക് ഇങ്ങനെ പോകുമ്പോ ഈ ചെറുപ്പക്കാരൻ ആ മോട്ടോർ ബൈക്കിന്റെ മുൻഭാഗം പിടിച്ചിങ്ങനെ പൊക്കി. എന്നിട്ട് ബാക്കിലെ ടയറിന്റെ മുകളിൽ ഇങ്ങനെ ഓടുകയാണ് രണ്ടാളുകൾ. മേലെ മുന്നിലെ ടയറിനെ പൊക്കിപ്പിടിച്ചിട്ട് ഓടുകയാണ്. ഇത് കാണുമ്പോൾ എന്റെ നെഞ്ചിങ്ങനെ പൊട്ടുകയാണ്. അപകടം വന്നെങ്കിൽ ചോരാനാകാതെ ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. വാഹനാപകടത്തിൽ മരിക്കുന്നവർക്ക് ശരീരത്തിന്റെ കൂലി കിട്ടുമെന്ന് പണ്ഡിതന്മാർ പറയുന്നത് കേട്ടിട്ട് വാഹനത്തിന്റെ മേലെ കളിച്ചിട്ട് വാഹനം അഹങ്കാരത്തോടെ ഓടിച്ചിട്ട് വാഹനം കൊണ്ട് കളിച്ചിട്ട് അപകടം വരുത്തിയിട്ടൊരാൾ മരിച്ചാൽ ശരീരത്തിന്റെ കൂലിയല്ല, ആത്മഹത്യ ചെയ്ത് തെറ്റാണ് കേട്ടോ. മരണത്തെ വലിച്ചുകൊണ്ടുവരാൻ പാടില്ല. നമ്മുടെ ശരീരം നമ്മുടേതല്ല, എന്റെ ശരീരം എന്റേതല്ല. എന്റേതെന്ന് ചിലപ്പോൾ ഞാൻ പറയും. ഇന്നലെ ഞാൻ ദുബായിലായിരുന്നു. നിങ്ങളെ പ്ലെയിനിൽ എത്ര ഒരാൾ ചോദിച്ചു ഉദാഹരണമാണ്. ഞാൻ പറഞ്ഞു പ്ലെയിനിൽ 3:45 3:50 സുബ്ഹാനല്ലാഹ്. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്കാർക്കും തോന്നണ്ടായി, എനിക്ക് പ്ലെയിനിലെന്ന് തോന്നണ്ടായി. എന്റെ പ്ലെയിനിൽ ഞാൻ പറഞ്ഞത് എന്റെ പ്ലെയിനിൽ പറഞ്ഞാൽ എന്റെ ഉടമസ്ഥതയിലുള്ള പ്ലെയിനല്ല, ഞാൻ കയറി പോകുന്ന പ്ലെയിനാണ് അർത്ഥം. ഇതുപോലെ ഞാൻ ചിലപ്പോൾ എന്റെ കണ്ണ് പറയും, എന്റെ കാത് പറയും, എന്റെ കൈ പറയും. അതിനർത്ഥം എന്റെ ഉടമസ്ഥതയിലുള്ളത് എന്നല്ല. ഈ കൈ എന്റെ ഉടമസ്ഥതയിലല്ല, ഈ കണ്ണ് എന്റെ ഉടമസ്ഥതയിലല്ല, എന്റെ കാര്യം ഉടമസ്ഥതയിലല്ല. അതെല്ലാം ഉടമസ്ഥനൊന്നേ ഉള്ളൂ, അധികാരമുള്ളവനൊന്നേ ഉള്ളൂ, ഭരിക്കുന്നവനൊന്നേ ഉള്ളൂ. അവനാണ് ഭരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമസ്കാരത്തിന് ശേഷം സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, ഏറ്റവും വലിയ അധിപനായ റബ്ബ്, ആ റബ്ബ് പരിശുദ്ധനാണ്. അവന്റെ ജീവിതത്തിലും ആധിപത്യത്തിലും ഉടമസ്ഥതയിലുമല്ലാതെ ഇവിടെ ഒരു വ്യക്തിയുമില്ല, ഒരു വ്യക്തിക്കും ഒന്നുമില്ല. എല്ലാം അവന്റേതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്ന ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ അങ്ങനെയായിട്ട് അല്ലാഹു തന്ന നാവ് കൊണ്ട്
അല്ലാഹു പൊരുത്തപ്പെടാത്ത വാക്ക് പറയരുത്, അഹങ്കാരത്തിന്റെ വെല്ലുവിളി നടത്തരുത്, അഹങ്കാരത്തിന്റെ ഭീഷണി നടത്തരുത്, അഹങ്കാരത്തിന്റെ വാക്ക് പറയരുത്. എന്റെ റബ്ബ് ശക്തിയെ വിരോധിച്ച ഗീബത്ത് യാ അയ്യുഹല്ലദീന ആമനൂ തജ്തനിബൂ കസീറൻ മിനൽ ളന്നി ഇന്ന ബഅദ ഇസ്മുൻ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ പരസ്പരം തെറ്റിദ്ധരിക്കരുതേ, നിങ്ങൾ ആരെയും തെറ്റിദ്ധരിക്കരുതേ, നിങ്ങൾ ഗീബത്ത് പറയരുതേ, ഇഷ്ടപ്പെടാത്തത് പറയരുതേ. ഇത് റബ്ബിന്റെ നിർദ്ദേശമാണ്. ആ നിർദ്ദേശം പാലിക്കണമേ എന്ന നാമം കൊണ്ട് ഞാൻ മറ്റൊരാളെ ഗീബത്ത് പറയരുത്, കളവ് പറയരുത്, വാക്കിൽ ലംഘിക്കരുത്, ആരെയും ഇൻസൾട്ടാക്കരുത്. വൈലുൽ ലികുല്ലി ഹുമസൻ ലുമസത്തിൻ ലദീ ജമഅ മാലൻ വഅത്തബ യഹ്സബു അന്ന മാലഹു വഖലത കല്ലാ ലയുൻബദന്ന ഫിൽ ഹുറമ വമാ അദ്റാക മൽ ഹുറമ നാറുൽ ഖുദത്തിൽ ലദീ തത്ലഉ അലൽ അഫ്ഇദ ഇന്നഹാ അലൈഹിം മുസദ ഫീ അമദിൻ മുമദ്ദദ. വളരെ ഗൗരവത്തിൽ ഒരു സൂറത്ത് അല്ലാഹു അവതരിപ്പിച്ചു. ആ സൂറത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള പ്രമേയം എന്താണ്? സുബ്ഹാനല്ലാഹ്, വലിയ ഇരുമ്പിന്റെ പൈപ്പിലിട്ടിട്ട് അല്ലാഹു നരകത്തിൽ കടന്നു ഒരു കൂട്ടരെ. ആ കൂട്ടരാരാണ്? ആ കൂട്ടരാരാണ്? വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസത്തിൻ ലദീ ജമഅ മാലൻ വഅദ്ദദ. എന്റെ സാമ്പത്തിക ശേഷിയുണ്ട്, എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നോ, എന്റെ അംഗസംഖ്യ കൊണ്ട്, എന്റെ അനുയായികളുടെ അംഗബലം കൊണ്ട്, അല്ലെങ്കിൽ എന്റെ അനുയായികളുടെ എണ്ണത്തിന്റെ വലിപ്പം കൊണ്ട്, അല്ലെങ്കിൽ എന്റെ സ്വാധീനം കൊണ്ട്, അല്ലെങ്കിൽ എന്റെ ഭരണാധികാരം കൊണ്ട്, അല്ലെങ്കിൽ എന്റെ പണത്തിന്റെ പവർ കൊണ്ട്, അല്ലെങ്കിൽ എന്റെ ആരോഗ്യം കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന അഹങ്കാരത്തോടെ അതേ ജീവിക്കുന്ന മനുഷ്യൻ, മറ്റുള്ളവരെ ഇൻസൾട്ടാക്കുന്ന മനുഷ്യൻ, വേറെയുള്ളവരെ നിസ്സാരപ്പെടുത്തുന്ന മനുഷ്യൻ, നാവ് കൊണ്ടോ കൈ കൊണ്ടോ കണ്ണുകൊണ്ടോ തല കൊണ്ടോ ഏത് അവയവം കൊണ്ടാണോ പരിഹസിക്കുന്നത്, ഏത് അവയവം കൊണ്ടാണോ കുത്തി പറയുന്നത്, ഏത് അവയവം കൊണ്ടാണോ ഇൻസൾട്ടാക്കുന്നത്, അങ്ങനെയുള്ളവർക്ക് മുഴുവനും നാശമാണ് നബിയേ. അത് പറഞ്ഞുകൊണ്ട് ഇരുമ്പിന്റെ പൈപ്പിലിട്ട നരകത്തിൽ നിന്ന് തിരിയാനും അറിയാനും പടക്കാൻ കഴിയാത്ത ഒരവസ്ഥ നൽകുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോട്ടോർ ബൈക്കിന്റെ മേലെ കയറി യാത്ര ചെയ്യുന്ന ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് അഹങ്കാരം തോന്നരുത്, അതുകൊണ്ട് കളിച്ചിട്ട് മരണത്തിനിടയാക്കരുത്. ഇതുപോലെ സ്റ്റേജിൽ കയറുന്ന ആളുകൾ, സ്റ്റേജിൽ കയറിയാൽ കുറെ ആളുകളെ മുന്നിൽ കാണുമ്പോൾ അതാ പടച്ച റബ്ബ് എനിക്ക് തന്ന നാമം കൊണ്ട് ഞാൻ പൊരുത്തപ്പെടാത്തത് പറയാമോ പറഞ്ഞൂടെ എന്ന ചിന്തയില്ലാതെ റബ്ബിന്റെ മലക്കുകൾ കാടാക്കുന്ന ബോധമില്ലാതെ പടച്ചവൻ കാണുന്നു കേൾക്കുന്നു എന്ന ചിന്തയില്ലാതെ ഞാനും അഹങ്കാരം കാണിക്കാൻ പാടില്ല. ഇതുപോലെ റബ്ബ് തന്ന കാതുകൊണ്ട് ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും കളവും കേൾക്കാനും പാടില്ല. എല്ലാം അവന്റെ നിയന്ത്രണത്തിലാണ്, അവന്റെ ഉടമസ്ഥതയിലാണ്. അവനറിയാത്ത രഹസ്യങ്ങളില്ല, അവനറിയാത്ത പരസ്യങ്ങളില്ല. നിങ്ങൾ പതുക്കെ ഓതിയാലും ഇശാ നിസ്കാരത്തിൽ ഓതിയാലും
നിങ്ങൾ പതുക്കെ സംസാരിച്ചാലും ഉറക്കെ സംസാരിച്ചാലും ഇരുട്ടിന്റെ മറവിൽ ചെയ്താലും ആരും കാണുകയില്ലെന്ന് മനസ്സിലാക്കി ചെയ്താലും എല്ലാം അല്ലാഹു അറിയുന്നവനാണ്. ആ അല്ലാഹുവിലേക്ക് നമ്മുടെ മനസ്സ് തിരിയണം. ആ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിയണം. അവന്റെ പരിശുദ്ധ വാഴ്ത്തണം. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ. വാഹനപ്പുറത്തുകയറിയാൽ ചൊല്ലി സുന്നത്തുള്ള ദിക്റാണ്. അല്ലാഹുവാണ് പാകപ്പെടുത്തി തന്നത് എന്ന ബോധത്തോടുകൂടി വാഹനപ്പുറത്തിയാൽ എന്നല്ല ഏത് സെക്കൻഡിലും മുഅ്മിനായ മനുഷ്യൻ അവൻ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ചു ജീവിക്കണം. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. സുഹൃത്തുക്കളെ, വീട്ടിൽ സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട തങ്ങൾ അതിൽ കൂടുതൽ പ്രസംഗിക്കാൻ കഴിയില്ല. തങ്ങൾ വേഗം വരാൻ വേണ്ടി നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും സിറാജിലേക്ക് നേർച്ചയ്ക്കാൻ രണ്ട് കാര്യമായിക്കോട്ടെ. ചെറുതിലേക്ക് പൈസ മറ്റും തങ്ങൾ വേഗം വന്നു. കാരണം ഞാൻ അത്രയും ഇന്നലെ തീരെ പ്ലെയിനിൽ കയറി വന്നു. അങ്ങനെ ഇന്ന് രാവിലെ 9 മണിക്ക് ഇറങ്ങി. അപ്പൊ നോക്കുമ്പോ ഈ നാട്ടുകാർ കുറെ ആളുകൾ അവിടെ എന്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു കുറെ കൊല്ലായിട്ട് ആദ്യമായിട്ട് സ്വീകരണം കിട്ടിയ കാരണം കുറക്കാർ എയർപോർട്ടിൽ വന്ന് കാത്തിരിക്കില്ല. വേറെ ആരും യാത്രക്കാൻ വന്നപ്പോ എന്നെയും കൂടി നോക്കിട്ടോന്ന് എനിക്കറിയില്ല. ഏതായാലും അവർക്ക് പരിപാടി പറഞ്ഞു. ഞാൻ പോയപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമയാണ്, കിടക്കാനൊന്നും പറ്റില്ല. അപ്പൊ ജുമ കഴിഞ്ഞിട്ട് തല കറങ്ങിട്ട് യാതൊരു നിർവാഹമില്ല. അപ്പൊ അസർ വരെ അവിടുന്ന് നീങ്ങാനും പറ്റില്ല. കുറെ ആളുകൾ നേരത്തെ കൊണ്ടുവന്നവരുണ്ട്. കുറെ ആൾക്കാരങ്ങനെ വന്നുകൊണ്ട് ഇന്നലെ ഞാൻ ഉണ്ടാവും പറയണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നിട്ടും കുറെ ആളുകൾ. അപ്പൊ അവിടെ ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു സ്കൂളിൽ. അവിടെ ഒന്ന് പോയി തല കറങ്ങിട്ട് ഇതേ നടക്കാൻ കഴിയും. അപ്പൊ മെല്ലെ ഒരു മണിക്കൂർ കിടക്കണേ, 1 മണിക്കൂർ കിടക്കണം. അതുകൊണ്ട് ഇവിടെ എത്താൻ വയ്യ. അപ്പൊ ഇപ്പോഴും നല്ല റെഡിയാണെങ്കിൽ നന്നായിട്ട് ഓർക്കണം. നല്ല റെഡിയാവും. അപ്പൊ അതുകൊണ്ട് നീണ്ട പ്രസംഗങ്ങൾ കേൾക്കുന്നവർക്കൊക്കെ എല്ലാം CD വാങ്ങിയിട്ട് കേൾക്കാം. അങ്ങനെ പറയരുതെന്ന് സർക്കാരുകൾ നേരത്തെ പറഞ്ഞിരുന്നു. കാരണം അപ്പൊ പിന്നെ വയത് കുറഞ്ഞത് വെച്ചിട്ടാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് വിചാരിച്ച എന്തായാലും പറഞ്ഞു. ഇസ്ലാം എന്ത്? അതൊരു CD-യാണ്. അത് വിശ്വാസപരമായ വിഷയങ്ങളാണ് സംസാരിച്ച് എല്ലാവരും ഉൾക്കൊള്ളുന്ന വിശ്വാസം. മറ്റൊരു CD-യാണ് മദ്യപാനം. വളരെ കേൾക്കേണ്ട ചെറുപ്പക്കാർ, എത്ര മുസ്ലിം ചെറുപ്പക്കാരാണ് ദിനേന മദ്യപാനികളായി പോകുന്നു. അല്ലാഹു വളരെ ഗൗരവമുള്ളതാണ് ചെറുപ്പക്കാരാണ്. ഇന്നൊരാളോട് പറഞ്ഞു, ഈ അടുത്ത് ഞാൻ പ്രസംഗിച്ചു, ആ സദസ്സിൽ മദ്യപിക്കുന്ന ഒരാളായി. അൽഹംദുലില്ലാഹ് അതിനു ശേഷം അദ്ദേഹം മദ്യപാനം നിർത്തി. അദ്ദേഹം സ്വന്തം ആശുപത്രിയിൽ പോയി മദ്യപാനം നിർത്താൻ എന്താണ് വഴി എന്ന് അന്വേഷിക്കുന്ന ഒരാളാണ്. അല്ലാഹു അദ്ദേഹത്തിനും നമുക്ക് തൗബ സ്വീകരിക്കുമാറാകട്ടെ. ഒരിക്കലും ചെറുപ്പക്കാരനെ മദ്യപാനികളായി എല്ലാ തെറ്റുകളുടെയും മാതാവ് എന്നാണ് ഞാനത് വിശദമായി പറഞ്ഞു. നമ്മുടെ ഏറ്റവും മനുഷ്യനാണ്. അവനെ നിർവാഹമില്ല. കാരണം നമ്മുടെ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈമാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബന്ധപ്പെട്ടവരാണ്, ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരാണ്. ഏറ്റവും നമ്മൾ സ്നേഹിക്കേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. ആ നബിയോടുള്ള സ്നേഹമാണ് നമ്മുടെ സയ്യിദന്മാരെ തങ്ങന്മാരെ സ്നേഹിക്കുന്ന സ്നേഹം. എന്തുകൊണ്ടെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ ഒരു ചെറിയ അംശം സയ്യിദന്മാരെ ശരീരത്തിലല്ല. അതുകൊണ്ട് നാം സയ്യിദനെ സ്നേഹിക്കും.
പണ്ഡിതന്മാരെ നമ്മൾ സ്നേഹിക്കുന്നു. കാരണം പണ്ഡിതന്മാരുടെ കൈവശത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വത്തുണ്ട്. അമ്പിയാക്കളുടെ സ്വത്ത് എന്ന് പറയുന്നത് നാറുന്ന ദുനിയാവല്ല, മറിച്ച് ഉപകരിക്കുന്ന ഇൽമാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഇൽമാണ്. മലക്കുകളെ കുറിച്ചും അമ്പിയാക്കളെ കുറിച്ചും കിതാബുകളെ കുറിച്ചുള്ള ഇൽമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമായ അറിവുകളാണ് ആ നാഫിയായ ഇൽമാണ് അമ്പിയാക്കളുടെ സ്വത്ത്. ആ സ്വത്തിന്റെ അനന്തരക്കാരാണ് ആലിമീങ്ങൾ. ആ ആലിമീങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നത് നബിയുടെ സ്വത്തവരെ കൈവശത്തിലുള്ളതുകൊണ്ടാണ്. സുഹൃത്തുക്കളെ, അധികാരം എന്ന് പറയുന്നത് അത് സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അധികാരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അധികാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കിട്ടിയിട്ടുണ്ട്. അധികാരം പറയുന്നത് ഫിർഔനിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അധികാരം കൊടുത്തേക്കും. പണമെന്ന് പറയുമ്പോൾ ഏത് ദുഷ്ടനും ഏത് നല്ലവരും കൊടുക്കാൻ സാധ്യതയുള്ളതാണ് പണം. പക്ഷേ ആഖിറത്തിൽ ഉപകരിക്കുന്ന ഇൽമ് അത് അമ്പിയാക്കൾക്കുള്ള സ്വത്താണ്. അത് അനന്തരമെടുത്തവർ പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാരെന്ന് പറയുമ്പോൾ ആഖിറത്തിന് വേണ്ടി ചിന്തിക്കുന്ന പണ്ഡിതന്മാരാണ്. ആഖിറത്തിന് വേണ്ടി സംസാരിക്കുന്ന പണ്ഡിതന്മാരാണ്. പടച്ചറബിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന പണ്ഡിതന്മാരാണ്. വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. ലോകത്തെ നല്ല വാക്ക് പറയുന്നവരാരാണ്? അല്ലാഹു പറയുന്നു ഏറ്റവും നല്ല വാക്ക് പറയുന്നവരാരാണ്? മിമ്മൻ ദആ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുന്നവരെക്കാൾ നല്ല വാക്ക് പറയുന്നവരാരാണ്? വാക്ക് പറഞ്ഞാൽ പോരാ. നല്ല കാര്യം നല്ലവരായ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും ചെയ്യണം. വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. ഞാൻ ഭീകരവാദിയല്ല, തീവ്രവാദിയല്ല, വർഗീയവാദിയല്ല, അക്രമം കഴിച്ചുകൊണ്ടവനല്ല, അനീതി ചെയ്യുന്നവനല്ല, അസത്യം പറയുന്നവനല്ല. ഇന്നനീ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. ഞാൻ പൂർണ്ണമായും രാജാവായ അല്ലാഹുവിനെ കീഴ്പ്പെട്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു മെമ്പറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നല്ലത് മാത്രം പ്രവർത്തിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവൻ അവനേക്കാൾ നല്ല വാക്ക് പറയുന്നവനാരാണ്? ഖുർആൻ ചോദിക്കുന്നു. ഈ ഡ്യൂട്ടി നിർവഹിക്കുന്നവരാണ് മുഖറവിയായ ആലിമീങ്ങൾ. അവരെ നമ്മൾ സ്നേഹിക്കുന്നത് തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. നിമിത്തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. യതീംകുട്ടികളെ സ്നേഹിക്കുന്നു തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. നേരത്തെ ഞാൻ ഇവിടെ വന്നപ്പോഴോ ഒരാൾ എന്നോട് ബൈക്കിൽ ഒരാൾ കൈകാണിക്കാൻ നിർത്തി സിറാജിലേക്ക് സംഭാവന. അദ്ദേഹം പറഞ്ഞു ഇത് യതീംഖാനയിലേക്കോ യതീംകുട്ടിയേക്കുണ്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സിറാജിന്റെ യതീംഖാനയല്ല, അവിടെ യതീംകുട്ടികളും ഇല്ലാത്ത കുട്ടികളും ഉണ്ട്. അവനാ സിറാജിന്റെ യതീംഖാന. ഞാൻ പറയാൻ യതീംകുട്ടികളെ സ്നേഹിച്ചതുകൊണ്ട്. കാരണം യതീംകുട്ടികൾക്ക് വേണ്ടി പിരിവെടുത്ത് യതീമല്ലാത്ത മക്കൾക്ക് കൊടുക്കുന്നതാണ് കേരളത്തിലെ ഏകദേശ യതീംഖാനയും. വേണമെങ്കിൽ ഏറ്റവും വലിയ ചൂഷണം തിരുവനന്തപുരം മുതൽ യതീംഖാന എന്ന പേര് അഡ്രസ് വെച്ച് ബോർഡ് വെച്ച് യതീംഖാനയുടെ റസീപ്റ്റ് മുറിച്ചു കൊടുത്തിട്ട് യതീംഖാനക്ക് പൈസ പിരിക്കുന്നു. കമ്മിറ്റിക്കാർ തിന്നുന്നവൻ
യതീമിന്റെ പേര് പറഞ്ഞ് യതീമല്ലാത്ത കുട്ടികൾക്ക് യതീമിന്റെ പേര് പറഞ്ഞ് വിളിച്ചിട്ട് യതീമല്ലാത്ത കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും? ചൂഷണത്തിനെതിരെ ശക്തിയായി പ്രതികരിക്കണം. ചൂഷണത്തിനെതിരെ ശക്തിയായി ബോധവൽക്കരിക്കണം. ഏറ്റവും വലിയ ചൂഷണമാണ്. പക്ഷേ ജനങ്ങൾ പലരും ബോധവാന്മാരല്ല. യതീം കുട്ടികൾക്ക് നേർച്ചയാക്കി ഏതോ യതീംഖാനെ കൊടുത്താൽ പോരാ. ആ യതീം കുട്ടിക്ക് എന്നെ യതീംഖാനയിൽ കുട്ടികൾ മാത്രം പ്രത്യേകം അക്കൗണ്ട്, പ്രത്യേകം ചെലവ്, പ്രത്യേകം വരവ് അങ്ങനെ നടത്തുന്ന യതീംഖാനകളുണ്ട്. മർക്കസ് തുർക്കിയായ യതീംഖാന അങ്ങനെയാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. അതുപോലെ ചില യതീംഖാനകൾ വളരെ കുറച്ച് ഉണ്ട്. യതീമില്ലെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥം നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരാണ്. എന്റെ നാട്ടിൽ ഒറ്റ മുജാഹിദില്ല, ഇവിടെ ഇല്ലാന്നാണ് അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ കണക്കാക്കുന്നത്. ഒറ്റ മുജാഹിദില്ല. ആദ്യമായി ഒരു മുജാഹിദ് വന്നു സുല്ലമി എന്നുള്ള പേരിൽ. അതിന്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് ബാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് തലശ്ശേരി ദാറുസ്സലാം യതീംഖാനയിൽ കൊണ്ടുപോയി ആ മകനെ ചേർത്തു. അവിടുന്ന് യതീംഖാനയിലേക്ക് വരുന്ന ഭക്ഷണം യതീമല്ലാത്ത കുട്ടി തിന്നു. അതുകൊണ്ട് തന്നെ തിന്നത് യതീമിന്റെ സ്വത്ത്. അതുകൊണ്ടാണ് അതിന് മുമ്പ് ഒരൊറ്റ മുജാഹിദ് ഇതെന്റെ അനുഭവമാണ്. തിന്നുന്നത് ഹലാലായിരിക്കണം, ഇല്ലെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് വമാ നബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമിനെ ഉണ്ടാകുന്ന മാംസം നരകം കൊണ്ട് ബന്ധപ്പെട്ടതാണ്. ഹറാമുകൾ തിന്നുകൊണ്ട് ജീവിക്കരുത്, ഹറാമുകൾ കഴിക്കരുത്, ഹറാമ് ചിന്തിക്കരുത്. അല്ലാഹുവിന്റെ ഖജനാവ് എത്ര വിശാല! എന്തിനാണ് വെറുതെ പക്ഷവും പൊറ്റപ്പെടാത്ത വഴിയിലൂടെ കൊണ്ടുവരണോ? അതിന്റെ യാതൊരു ആവശ്യമില്ല. ഒക്കെ റെഡി. ഞാനിപ്പോ ഈ അടുത്ത് ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് ചർച്ച വന്നു. ആ സ്ഥാപനത്തിന്റെ ആൾക്കാരോട് പറഞ്ഞു, സ്ഥാപനത്തിൽ ബസ് എടുത്തിരിക്കുന്നു ഒക്കെ പലിശക്കെടുത്തതാണ്. ഈ പലിശക്കെടുത്ത ബസ് 14 ലക്ഷം രണ്ട് ബസ്സിന് എടുക്കുമ്പോ 11 ലക്ഷം രൂപ അടച്ചു. ഇനിയും 12 ലക്ഷം അടക്കണമെന്ന്. ആകെ 14 ലക്ഷമാണ് വേണ്ടത്. 11 ഇനിയും 12 ലക്ഷം. അപ്പൊ പലിശക്കെടുത്തതാ. ആര് പലിശക്കെടുത്ത വാഹനം ഈ സ്ഥാപനം ആര് പറഞ്ഞു? എന്ത് ചെയ്യും? നമുക്ക് വേർതിരിയും. ഏത് കാര്യം ചെയ്യുമ്പോഴും അല്ലാഹു ബന്ധപ്പെട്ട വഴിയിൽ ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് ഞാൻ പറയട്ടെ. സിറാജിലേക്ക് 40ഓളം ബസ് ഉണ്ട്. 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. 200 ബസ്സിനെ മതിയാവില്ല. പിന്നെയും വാടക കൂട്ടുക. ഒരൊറ്റ വണ്ടി വരെ പൈസ അടവിനെടുത്ത്. അതെങ്ങനെ നമുക്ക് ജായിസായി എനിക്ക് മനസ്സിലായില്ല. പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകൾ ഒരു മടിയില്ല. സുബ്ഹാനല്ലാഹ്. വലിയ മുതലാളിമാർ ബിസിനസിന് വേണ്ടി കോടികൾ പലിശക്കെടുക്കുകയാണ്. അതേ സമയത്ത് ആ മുതലാളിയുടെ കടകളിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളിക്ക് സുബ്ഹാനല്ലാഹ് 4000-5000 ശമ്പളം. അവൻ ഇനിവരെ പലിശക്കെടുത്തില്ല, പലിശ കൊടുത്തിട്ടില്ല, പലിശ വാങ്ങിയില്ല. അതേ പലിശയുമായി ബന്ധപ്പെട്ടിട്ടില്ല. തൊഴിലാളി സുന്ദരമായി ജീവിക്കുന്നു ഹലാലിലൂടെ. കോടികളുടെ മുതലാളിമാർ പലിശയിലേക്ക് കെട്ടിമറിയുന്നു. ദുനിയാവിലുള്ള അമിതമായ സ്നേഹം മനുഷ്യനെ നരകത്തിലേക്ക് നയിക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ വിദേശത്ത് വന്ന് ഹോട്ടലിലാണ് ജോലി കിട്ടിയത്. ജീവിക്കാൻ ഉള്ളതും പടയും അല്ലെങ്കിൽ വിറ്റിട്ട് വന്നതാണ്. ഇവിടെ ഹോട്ടലിലേക്ക് ജോലി കിട്ടിയപ്പോ കള്ള് സപ്ലൈ ചെയ്യണം എന്ന് പറ്റുമോ? ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ വിളിച്ചു ചോദിക്കുകയാണ്. പക്ഷേ ബാംഗ്ലൂരിലും മദ്രാസിലും പല സ്ഥലം ചെന്ന് നോക്കുമ്പോ വലിയ മുതലാളിമാര് ഹോട്ടൽ നടത്തുകയാണ്.
ആ ഹോട്ടലുകളിൽ പലതും ഹോട്ടലാണ്. മുതലാളിമാർക്ക് ദുനിയാവ് പോരാ, പലിശ കൊടുത്തും പണം സമ്പാദിക്കുകയാണ്. ഈ ലോകത്ത് ചെറിയ ലോകം ഞാൻ പറഞ്ഞില്ല, 9 മാസം ഇവിടെ പിഴവിയായ 90 അങ്ങനെ പറക്കണ്ട. എന്നാലും ഒരു കാലം കഴിഞ്ഞ യാത്രബോധന്റെ സുഹൃത്തുക്കളെ, ആ പോകുന്ന ലോകം നഷ്ടപ്പെടുത്തി ഇവിടെ ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ വിദ്യുത്തോ മറ്റൊന്ന് ഞാൻ പറയട്ടെ. വിശ്വാസം, ആ വിശ്വാസം എന്തിനാണ് ഹറാമിന്റെ പിന്നാലെ പോകുന്നത്? എന്തിനാണ് അവകാശം ലഭിക്കുന്നത്? ഒരു മനുഷ്യനാണ് ഒരു മനുഷ്യൻ റൂട്ടിലൂടെ അല്ലാഹുവിലൂടെ തന്നെ ജീവിച്ചു വഹിക്കാനുള്ള വകുപ്പില്ലയോ? ഒരു ദിവസം കുതിരപ്പുറത്തിങ്ങനെ പോകുമ്പോ ഒരു സ്ഥലത്ത് നിസ്കരിക്കാനോ മറ്റോ കയറണം. അപ്പൊ കുതിരയെ തൽക്കാലം ഒരു സ്ഥലത്ത് നിർത്തി കഴിഞ്ഞാണ്ട് ഒരു ചെറുപ്പക്കാരന്റെ കൈ കൊടുത്തു, മോനെ കഴിഞ്ഞാണോ ഞാൻ വേഗം വരാം, ഒന്നെന്നെ സഹായിച്ചൂടെ? ഓ, ആ ചെറുപ്പക്കാരൻ കഴിഞ്ഞാണ് കൈ പിടിച്ചു. അലി റളിയല്ലാഹു അൻഹു സ്ഥലത്ത് പോയി തിരിച്ചു വന്നു. വരുമ്പോ മനസ്സിൽ വിചാരിച്ച് അയാൾക്ക് കൊടുക്കണ്ടേ? ഒരു 2 ദിർഹം കൊടുത്തേക്കാം, കയ്യിലെടുത്തു പിടിച്ചു. 2 ദിർഹം കൊടുക്കാന് വന്നു നോക്കുമ്പോ ഇയാളെ കാണുന്നില്ല. അയാൾ കടിഞ്ഞാടും കാട്ടിട്ട് പോയിരിക്കുക. ഇവിടെ നോക്കാൻ പോയി ആള് കടിഞ്ഞാടും കാട്ടു പോയിരിക്കുക. കുതിര എവിടെയില്ല, കുതിരക്ക് വിവരമുണ്ട്. ഒറിജിനൽ മനുഷ്യക്കാർ ഇത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ മുറിയാപ്പയാണ്. അല്ലാഹുവിന്റെ വലിയ സ്ഥാനമുള്ള മഹാനാണ്. ഒറിജിനൽ കുതിര എവിടെയും പോയിട്ടില്ല. ദുനിയാവിലാവിധമായി പ്രേമിച്ച് കട്ടെടുക്കുന്ന മനുഷ്യനാണ് പോയത്. അവൻ കളിച്ചാണ് കാട്ടിട്ടാണ് പോയത്. അലി റളിയല്ലാഹു അൻഹു തൊട്ടടുത്തുള്ള അടിമയെ വിളിച്ചു, മോനെ ഇതാദ്യം ഒരു കടിഞ്ഞാണ് വാങ്ങിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. 2 ദിർഹം കൊടുത്തു. അങ്ങനെ അങ്ങനാടി ചെന്ന് നോക്കുമ്പോ കടിഞ്ഞാണ് നിൽക്കുന്ന സ്ഥലത്ത് നമ്മളെ കട്ടുകൊണ്ടുപോയ മനുഷ്യൻ കടിഞ്ഞാണ് നിൽക്കാനിരിക്കുകയാണ്. ചോദിച്ചു, ഇതിന്റെ കടിഞ്ഞാണ് നിൽക്കുമോ? വിളിച്ചു. എത്ര ഉറുപ്പിക? 2 ദിർഹം കൊടുത്തു. ആ കടിഞ്ഞാണ് അരിയരികളുടെ കടിഞ്ഞാണ് തന്നെയാണ് പണം കൊടുത്ത് വാങ്ങിയത്. കേസിലൊന്നും പോയിട്ടില്ല. ആ 2 ദിർഹം വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് അരിയരികളോട് കൊടുത്തപ്പോ പഴയ കടിഞ്ഞാണ് 2 ദിർഹം കൊടുത്ത് വാങ്ങിയതാണ്. അലി റളിയല്ലാഹു അൻഹു ജനങ്ങളെ കാര്യം വലിയ സങ്കടം തന്നെ. ഞാൻ വളരെ ഹലാലായ നിനക്ക് പൊരുത്തത്തോടെ 2 ദിർഹം കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ഞാനത് കൈ വെച്ചു കൊണ്ടുവന്നപ്പോ അയാൾ അത് വാങ്ങാൻ കാത്തുന്നില്ല. അയാൾക്ക് ഹറാമായ നിനക്ക് തന്നെ അത് കിട്ടണമെന്ന് നിർബന്ധമാണ്. ഒരാൾ കടക്ക് കൊണ്ടുപോയിട്ട് എന്റെ 2 ദിർഹം ഇത് തന്നെ അതിങ്ങോട്ട് തന്നു. അയാൾക്ക് ഹറാമായ വഴി കിട്ടണമെന്ന് നിർബന്ധമാണ്. മനുഷ്യന്മാരെ കാര്യം സങ്കടം തന്നെ. അല്ലാഹു നിശ്ചയിച്ച 2 ദിർഹം പെടുത്തിയിട്ടില്ല. ഓ സുഹൃത്തുക്കളെ, എന്തിരിക്കുകയാണെങ്കിലും അല്ലാഹു തീരുമാനിച്ചതല്ല. അതുകൊണ്ട് തന്നെ സ്ഥാപനം നടത്തുന്നവർ അഗതിബന്ധിതമാണ്. തെന്നബോധങ്ങളും അങ്ങനെ തന്നെ പറയണം. പേരും പറഞ്ഞ് അതായത്തിന്റെ കട്ടെടുത്ത് ഈ പാവപ്പെട്ട കുട്ടികളെ കൊണ്ട് നരകത്തിലേക്ക് പോകണ്ട. അതിന് പിന്തുണക്കുന്ന പണ്ഡിതന്മാർ പോകണ്ട. അല്ലാഹുവിന്റെ ദീനാണ്. ദീനായി തന്നെ പറയുകയും നിലനിൽക്കുകയും വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. ഞാൻ മുസ്ലിമീങ്ങളെ അല്ലാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരിൽപ്പെട്ടവരാണെന്ന് പ്രഖ്യാപിക്കാം. മനസ്സിലാക്കണം. തിരിയുന്ന ജനങ്ങളെ വാർത്തെടുക്കണം. അത് ചെയ്യുന്നവരാണ് പണ്ഡിതന്മാർ.
അവരല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നവരാണ്. അവരാദരിക്കണം, ബഹുമാനിക്കണം. പണ്ഡിതന്മാർക്കിടയിൽ ചിലപ്പോൾ ചില്ലറ വീക്ഷണ വ്യത്യാസങ്ങളുണ്ടാകും. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മഹാനവരുടെ വീക്ഷണത്തിൽ വിത്റുസ്കാരത്തിൽ ഖുദൂദ് ഓതണം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണത്തിൽ റമളാൻ മാസത്തിലെ അവസാനത്തെ പകുതിയിലെ വിത്ർ ഖുദൂദ് ഓതണം. മറ്റുള്ള വിത്റിൽ ഖുദൂദ് ഓതണ്ട. അതേസമയം സുബ്ഹി നിസ്കാരത്തിൽ ഖുദൂദ് ഓതണം. നിങ്ങൾ ചിന്തിക്കണം, പക്ഷേ രണ്ട് വീക്ഷണമാണ്. പക്ഷേ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ശാഫിഈ വിരോധമില്ല. ശാഫിഈ റളിയല്ലാഹു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് വലിയ സ്നേഹമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അബൂ ഹനീഫ മഖ്ബറ സിയാറത്തിന് പോവുകയാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. സുഹൃത്തുക്കളെ, ഖുനൂത്ത് മറന്നുപോയ രണ്ട് സുജൂദ് പറഞ്ഞാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ശരിക്കും മനസ്സിലാക്കണം. വെറുതെ നിസ്കാരത്തിൽ സുജൂദ് ബാത്തിലായി പോകും. നിസ്കാരത്തിൽ പോകും. അപ്പൊ ശാഫിഈ പറയുന്നതല്ല, ഖുനൂത്ത് മറന്നാണ് സുജൂദ് നിയമം പറഞ്ഞതാണ്. അത് തെളിവ് കിട്ടിയിട്ട് പറഞ്ഞതല്ല. അത്രയും ഗൗരവത്തോടെ ഖുനൂത്തിനെ കാണുന്ന ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ തങ്ങളുടെ മഖ്ബറ സിയാറത്തിന് ചെന്നപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ മഖ്ബറയുടെ സമീപത്ത് വെച്ച് സുബ്ഹി നിസ്കരിക്കുമ്പോൾ ശാഫിഈ റളിയല്ലാഹു ഖുനൂത്തില്ല. എന്തുകൊണ്ട് ഓതിയില്ല? അദബ് കാണിച്ചതാണ്. ഇവിടെ ഖുനൂത്ത് വേണ്ടാന്ന് മഹാനാണ്. അതുകൊണ്ട് ആ മഹാനും അല്ലാഹുവിന്റെ വലിയ ബഹുമാനമുള്ള വലിയ മഹാനാണ്. ആ പണ്ഡിതനാണ്. ആ പണ്ഡിതന്റെ അഭിപ്രായത്തോട് എതിരാണ് അഭിപ്രായം. ഞാൻ മനസ്സിലാക്കുന്നത് വേണ്ടെന്ന് പറഞ്ഞ ആളാണ്. അതുകൊണ്ട് ആ മഹാന്റെ മുമ്പിൽ വന്ന് നിസ്കരിക്കുമ്പോ ആ മഹാനോടുള്ള ബഹുമാനം കൊണ്ട് ഇന്ന് ഞാൻ ഓതുന്നില്ല. ശാഫിഈ ഖുനൂത്ത് ഒഴിവാക്കുകയാണ്. കാരണം അദബിന് വലിയാണ്. അദബില്ലെങ്കിൽ പിന്നെ ഈമാൻ കിട്ടൂല. അദബില്ലെങ്കിൽ പിന്നെ ഇസ്ലാം ഉണ്ടാവില്ല. അദബില്ലെങ്കിൽ ഒരു മനുഷ്യൻ രക്ഷപ്പെടൂല. വാസ്തവത്തിൽ ശാഫിഈ ഉസ്താദല്ല അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫ തങ്ങൾ വഫാത്താകുന്ന കൊല്ലത്തിലാണ് ശാഫിഈ ജനിക്കുന്നത്. ഒരു വലിയ പണ്ഡിതനാണ്. സുജമാഅത്തിന്റെ പണ്ഡിതനാണെന്ന നിലക്ക് ആ പണ്ഡിതനോടുള്ള ബഹുമാനം തോന്നിയില്ല. ഈ നിലയ്ക്ക് അദബ് പഠിപ്പിച്ച മഹാന്മാരാണ് മുൻഗാമികളായ ഇമാമികൾ. സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ കാലമോ ആഹ്റസമാനായി പോയി. സ്വന്തം കിതാബുകളിൽ ഓതിക്കൊടുത്ത ഉസ്താദുമാർ ആ ഉസ്താദുമാരുടെ മുന്നിൽ വെച്ച് അവരുടെ ഭക്ഷണം കഴിച്ച് അവരുടെ വസ്ത്രം ധരിച്ച് അവരിൽ കിതാബ് ഓതി പഠിച്ചവർ പോലും സ്വന്തം ഉസ്താദുമാരെ എന്ത് നെറികേടും പറയുന്ന രംഗത്തേക്ക് അതപ്പതിച്ചവരാണ് നമ്മുടെ ജീവിതം. പടച്ചറപ്പേ, ഈ ഉമ്മത്തിനെ നന്നാക്കി തരണേ റഹ്മാനേ. എല്ലാവരെയും നീ നന്നാക്കി തരണേ റഹ്മാനേ. ഞങ്ങളെ നാവ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട് മാത്രം പറയാൻ നീ ഭാഗ്യം തരണം റഹ്മാനേ. നീ പൊരുത്തപ്പെട്ട് മാത്രം ചെയ്യാൻ ഞങ്ങളുടെ ശരീരങ്ങൾക്ക് നീ തൗഫീഖ് തരണം റഹ്മാനേ. സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു വിഷയം ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ. റബ്ബിനെ പുകഴ്ത്താനാണ് നമ്മളോട് നിർദ്ദേശം. ആ റബ്ബിൽ വിശ്വസിക്കാനാണ് നിർദ്ദേശം. ആ റബ്ബിനെ പുകഴ്ത്തി ആ റബ്ബിന്റെ പരിശുദ്ധത വാഴ്ത്തി ആ റബ്ബിലേക്ക് കൽബ് തിരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ആ റബ്ബ് മാത്രമേ കൊടുക്കുന്നവനുള്ളൂ. അവൻ മാത്രമേ തടയുന്നവനുള്ളൂ. അവന് മാത്രമേ അധികാരമുള്ളൂ. ആ
ആധികാരസ്ഥനായ റബ്ബിനെ മറക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഒരു ദിവസം 17 പ്രാവശ്യം അവന്റെ ഏറ്റവും മഹത്വമേറിയ 5 നാമങ്ങൾ നമ്മളതാ 17 റക്അത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. അതല്ലേ സൂറത്തുൽ ഫാത്തിഹയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു റഹ്മാനുർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ ഇല്ലാഹ് എന്ന് പറയുന്നത് അല്ലാഹ്, വീണ്ടും അല്ലാഹുവിന്റെ പേര്, പിന്നെയും റബ്ബുൽ ആലമീൻ, സർവ്വലോകത്തെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന റബ്ബ്, അവന്റെ പേര്, പിന്നെയും റഹ്മാനുർ റഹീം. അവൻ വിശാലമായ കാരുണ്യത്തിന്റെ രാജാവാണ്. ഈ ഭൂമിയിൽ പടച്ചവനില്ലെന്ന് പറയുന്നവരെന്ന് സംസാരശേഷി കൊടുക്കും. പടച്ചവനെന്ന് പറയുന്നവർ മുന്തിരി ജ്യൂസ് കൊടുക്കും. പടച്ചവനില്ലെന്ന് പറയുന്നവരും ബിരിയാണി കൊടുക്കും. അങ്ങനെ ഈ ഭൂമിയിൽ അല്ലാഹുവിന്റെ കാരുണ്യം അല്ലാഹ് ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും വിശാലമായ കാരുണ്യത്തിന്റെ രാജാവാണ് അർ-റഹീം. പക്ഷേ ഇവിടെ ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് ജീവിതം തീരുന്നില്ല. ഇതൊരു യാത്ര മാത്രമാണ്. ഉമ്മയുടെ വന്ന നാം ചുരുങ്ങിയ കാലം വൃത്തികെട്ട സ്ഥലത്ത് കിടന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അവിടെ വന്നപ്പോൾ നമ്മൾ ലോകത്തിന്റെ ജീവിതം ജീവിക്കുകയാണ്. ഈ ജീവിതം കൂടി വന്നാൽ നേരത്തെ ഉമ്മയുടെ വയറ്റിലുണ്ടായിരുന്നത് 9 മാസം 10 ദിവസമാണെങ്കിൽ, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ കുറഞ്ഞ ദിവസങ്ങൾ കൂടുതലോ കുറവാണെങ്കിൽ, ഓസുക്കളെ കൂടി വന്നാൽ 100 ഇവിടെ ഈ ലോകത്ത് എത്രയാ വെച്ചതില്ല. നമ്മെ സ്നേഹിക്കുന്നവർ നേരിട്ടെ ഓസുക്കളെ അത് കഴിഞ്ഞാൽ പോകാനൊരു യാത്ര. ആ യാത്രയെ സംബന്ധിച്ച് ഉമ്മയുടെ വയറ്റിലേക്ക് തിരിച്ചു പോയതല്ല, പോയ സ്ഥലത്ത് ജീവിതമുണ്ടെന്ന് അനുഭവിച്ചറിയുകയാണ്. ഇതുപോലെ ഇവിടുന്ന് പോയാൽ അപ്പോൾ നമുക്ക് അനുഭവിച്ചറിയാം ഒരു ജീവിതമുണ്ട്. അത് തീരുന്ന ജീവിതം കോടിയോ വർഷമല്ല, തീരാത്തൊരു ജീവിതമുണ്ട്. ഇവിടെ സംസാരിക്കുന്നവൻ ശ്രദ്ധിച്ചോളണം, പ്രവർത്തിക്കുന്നവൻ ശ്രദ്ധിച്ചോളണം, പണം ഉണ്ടാക്കുന്നവരും ചെലവഴിക്കുന്നവരും ശ്രദ്ധിച്ചോളണം, അവരുടെ ആയുഷ്കാലത്തെ കുറിച്ച് ശ്രദ്ധിച്ചോളണം, യുവത്വത്തെക്കുറിച്ച് ആലോചിച്ചോളണം. ആ ലോകം നീണ്ട ലോകമാണ്. അവിടെ ും കൊല്ലം ഒരേ ദൃഷ്ടം നിൽക്കാനുണ്ട് കോടതിയിൽ. ആ കോടതിയാണ് റബ്ബിന്റെ കോടതി. അവിടെ ഒരൊറ്റ മനുഷ്യന്റെ കാല് നീക്കാൻ കഴിയൂല. 5 കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു മനുഷ്യന്റെ കാലും നീങ്ങൂല. അതിലൊന്ന് നിന്റെ ആയുഷ്കാലം ഏത് വിഷയത്തിലാണ് നീ നശിപ്പിച്ചത്? നിന്റെ ആയുഷ് എങ്ങനെയാണ് തീർന്നുപോയത്? പടച്ചവനോട് മറുപടി പറയണം. യുവത്വം എങ്ങനെയാണ് തീർത്തു കളഞ്ഞത്, നശിപ്പിച്ചത്? യുവത്വത്തെക്കുറിച്ച് മറുപടി പറയണം. നിന്റെ സ്വത്ത് നീ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഏത് വിഷയത്തിലാണ് ചെലവഴിച്ചത്? വരവിന്റെ കണക്ക് ചെലവിന്റെ കണക്കോടെ ബോധിപ്പിക്കണം. അവനവൻ അറിഞ്ഞ അറിവ്, അറിവനുസരിച്ച് എങ്ങനെയാണ് പ്രവർത്തിച്ചത്? അതിന്റെ മറുപടി ബോധിപ്പിക്കാതെ ഒരൊറ്റ മനുഷ്യന്റെ കാലും അവിടെ വെച്ച് നീങ്ങൂല. സമയത്തെക്കുറിച്ചുള്ള ചിന്തയോടെ ജീവിക്കണേ മുസ്ലിമീങ്ങളെ. ആ ജീവിതത്തെക്കുറിച്ച് ചിന്തയില്ലാതെ ഇവിടെയുള്ള ജീവിതം കൊണ്ട് സംതൃപ്തി നേടുന്നവനേക്കാൾ നഷ്ടപ്പെട്ടവൻ വേറെ ആരുമില്ല. അവനാണ്
ഇതിനൊരു മടിയില്ല. അവനോട് പലിശ കൊണ്ടതിന് വിഷമം തോന്നാത്തത്, അവനോട് വിഷമം തോന്നാത്തത്. സുഹൃത്തുക്കളെ, മദ്യപാനത്തെ കുറിച്ച് വളരെയേറെ പറയേണ്ടത് ഇപ്പോൾ വീട്ടിൽ പറയുന്നില്ല. അതുപോലെ ഈ അടുത്ത് ഇറങ്ങിയൊരു സീഡിയുണ്ട്, രണ്ട് സൂറത്ത്. നമ്മളെപ്പോഴും ഓരോ സൂറത്ത് അതിന്റെ ചെറിയ മഅനയും അതിന്റെ വിവരണവും കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല ഇറക്കിയപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യഹൂദി കടുത്ത സിഹ്ർ, ആ സിഹ്ർ ബാത്തിലാക്കാനും കൂടിയിറക്കിയ സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ രണ്ട് സൂറത്ത് പോലെ കാവൽ കിട്ടുക വേറെ ഒന്നുകൊണ്ടും കാവൽ നേടാനില്ല. സൂറത്തുൽ ഫൽഖും സൂറത്തുൽ നാസ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കടുത്ത സിഹ്ർ ചെയ്തു. പക്ഷേ ആ സിഹ്ർ കൊണ്ട് അവിടുത്തെ ബുദ്ധിക്കോ ചിന്തക്കോ ഒരു തകരാറും സംഭവിച്ചിട്ടില്ല. അവിടുത്തേക്ക് ഒന്നും ബാധിച്ചിട്ടില്ല. അതേസമയം ശരീരത്തിൽ ക്ഷീണമുണ്ടായിരുന്നു, ചെറിയ രോഗമുണ്ടായിരുന്നു. അതിനാൽ ഭാര്യമാരെ സമീപിക്കാൻ ക്ഷീണം കൊണ്ട് കഴിയുന്നില്ല. ചിലപ്പോൾ ഭക്ഷണത്തിൽ വേണ്ടതുപോലെ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ചെറിയ ശാരീരികമായ ക്ഷീണമുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ബാത്തിലാക്കാൻ ഇറക്കിക്കൊടുത്ത രണ്ട് സൂറത്താണത്. ഞാനതിന് വിശദമായി സംസാരിച്ചുകൊണ്ട് ഇപ്പോഴതിലേക്ക് കടക്കുന്നില്ല. സുഹൃത്തുക്കളെ, പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ നമ്മളോട് കൽപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പകാലത്ത് യതീമായിരുന്നു. ബാപ്പ മരണപ്പെട്ടു പോയിരുന്നു, ഉമ്മയും മരണപ്പെട്ടു പോയിരുന്നു, പാവപ്പെട്ടവരായിരുന്നു. അതുകൊണ്ടാണ് യതീമുകളെ സ്നേഹിക്കുന്നത്. യതീമുകൾക്ക് വലിയ പവർ കിട്ടിയത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധുക്കളെ സ്നേഹിക്കണം നമ്മളോട് കൽപ്പനയാണ്. കാരണം അവിടുന്ന് പാവപ്പെട്ടവരിൽ പെട്ടുകൊണ്ട് ജീവിച്ചതാണ്. പിന്നീട് അല്ലാഹു ഐശ്വര്യം കൊടുത്തതാണ്. ആദ്യം വളരെ പാവപ്പെട്ടവരായിരുന്നു. എന്റെ മിസ്കീന്മാരെ സ്നേഹിക്കലും അവരെ പരിഗണിക്കലും നമുക്ക് നിർബന്ധമാണ്. സാധുക്കളെ സ്നേഹിക്കുകയും സാധുക്കളെ അടുക്കുകയും ചെയ്യണമെന്ന് പ്രിയപ്പെട്ട നബിയുടെ വസിയത്താണ്. പറഞ്ഞു, ഓ മുസ്ലിമീങ്ങളെ, ഒരു പാവപ്പെട്ടവൻ മരിച്ചാൽ അവന്റെ മയ്യിത്ത് ചുമലിൽ വെക്കാൻ മടിയുണ്ടാകരുത്. മുതലാളിമാർ മയ്യിത്ത് കെട്ടിലെടുക്കാൻ ഒരുപാട് സാധുക്കൾ മയ്യിത്ത് ഒരു മടി. ഇതൊരു മുഅ്മിനായ സാധുക്കളെ സ്നേഹിക്കണം. സാധുക്കളെ കൂടെ ഭക്ഷണം സാധിക്കണം. സംഭാവന കൊടുക്കും. സാധുക്കളെ കൂടെ ഭക്ഷണം കഴിക്കാൻ സാധിക്കണം. പണക്കാര് രോഗമായാൽ ആശുപത്രിയിൽ സന്ദർശകർക്ക് പ്രവേശനം വേണ്ടി വരുന്നു. കാരണം സന്ദർശകരുടെ ബാഹ്യമാണ്. പാവപ്പെട്ടവൻ പാവപ്പെട്ട ഒരു മനുഷ്യൻ ഒരു മാസമായി പള്ളിയിൽ കാണാനിട്ട് പള്ളിയിലെ മോശമല്ലേ? അങ്ങനെ ഉണ്ടാവില്ല. പാവപ്പെട്ടവന്റെ രോഗം കാണാൻ പോകണം. അഷ്റഫുൽ സ്വഭാവം കാണാം. പാവപ്പെട്ടവർ കല്യാണത്തിൽ പോകും. പണക്കാരന്റെ കല്യാണത്തിന് മാത്രമല്ല, പാവപ്പെട്ടവന്റെ ഭക്ഷണം സ്വീകരിക്കും. പാവപ്പെട്ടവൻ രോഗിയായാലും സന്ദർശിക്കും. പാവപ്പെട്ടവർക്ക് സമയം കണ്ടെത്തും. അങ്ങനെയാണ് സ്വഭാവം. സാധുക്കളെ സ്നേഹിക്കാനും സാധുക്കളെ അടുക്കാനും നിർദ്ദേശമാണ്. സാധുക്കളുമായി അടുക്കണം. സാധുക്കളുമായി നമുക്ക് അടുക്കാനും അവരെ സ്നേഹിക്കാനും കഴിയണം. അത് മുഅ്മിനായ മനുഷ്യന്റെ ലക്ഷണമാണ്.
സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വന്നത് സാധുക്കളെ സ്നേഹിക്കുന്നത് നിബിധങ്ങളോടുള്ള സ്നേഹമാണ്, യതീമക്കളോടുള്ള സ്നേഹം നിബിധങ്ങളോടുള്ള സ്നേഹമാണ്, പണ്ഡിതന്മാരോടുള്ള സ്നേഹം നബിയോടുള്ള സ്നേഹമാണ്, നബി കുടുംബത്തോടുള്ള സ്നേഹം അവിടുത്തോടുള്ള സ്നേഹമാണ്. എന്നാൽ പറയട്ടെ, നബിയെ സ്നേഹിക്കുന്നവർ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന മനുഷ്യൻ അബൂ ജഹലാണ്. കാരണം നിസ്കരിക്കുന്ന സമയത്ത് ഒട്ടകത്തിന്റെ കൊടലുകൾ വലിച്ചു കൊണ്ടുവന്ന് അവിടുത്തെ കഴുത്തിൽ ഇട്ടുകൊടുത്തിട്ട് അത് കണ്ടു നോക്കി ചിരിച്ച് രസിച്ചവനാണ് അബൂ ജഹൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയെടുത്ത് കൊണ്ടുവന്നാൽ 100 ഒട്ടകം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച ദുഷ്ടനാണ് അബൂ ജഹൽ. ആ കടുത്ത ദുഷ്ടനായ അബൂ ജഹലിനെ വെറുക്കാത്ത മുസ്ലിമില്ല. മുസ്ലിം ചെറുപ്പക്കാരെ, ബഹുമാനപ്പെട്ട സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എല്ലാവരും ഇരിക്കാം. എന്റെ അവധിയായി പറഞ്ഞു വിശദീകരിക്കുന്നു. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ആ അബൂ ജഹലിന്റെ ചലം കുടിക്കാൻ പറ്റുമോ നമുക്ക്? അബൂ ജഹലിന്റെ ചലം കുടിക്കാൻ പറ്റുമോ നമുക്ക്? സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന ഫറതുക്കും ബിൽ ഹൗലി, ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നവനാണ് ഹൗദുൽ കൗസറിന്റെ അടുക്കൽ. നിങ്ങൾക്ക് ഹൗദുൽ കൗസറിൽ വെള്ളം തരും. പാലിനാൽ കളറുള്ള തേനിനേക്കാൾ രുചിയുള്ള ഹൗദുൽ കൗസറിന്റെ വെള്ളം إننا نرجو يا كوثر حولك لتوس يوم نشرك تاميا سيدي خير النبي سيدي خير النبي سيدي خير النبي صلاة على النبي والسلام على الرسول السفير الأبطحي والحبيب الأمين. നമ്മുടെ ആഖിറത്തിന്റെയും സർവ്വവിജയത്തിന്റെയും നിദാനമായ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവേ, അവിടുത്തോടുള്ള സ്നേഹമാണ് നിങ്ങൾ തങ്ങന്മാരോട് കാണിക്കുന്ന സ്നേഹം. അവിടുത്തോടുള്ള സ്നേഹമാണ് നിങ്ങൾ ഉറവിയായ അലിമീങ്ങളോട് കാണിക്കുന്ന സ്നേഹം. അവിടുത്തോടുള്ള സ്നേഹമാണ് യതീകുട്ടികളോടും പാവപ്പെട്ടവരോടുള്ള സ്നേഹം. അവിടുത്തോടുള്ള സ്നേഹമാണ് മദീനയോടുള്ള സ്നേഹം. അവിടുത്തോടുള്ള സ്നേഹമാണ് യോബിനോടുള്ള സ്നേഹം. അങ്ങനെ ഞങ്ങളെ പൽബിലേറ്റവും സ്നേഹിക്കുന്ന നേതാവ് അവിടുന്ന് ഹൗദുൽ കൗസർ മുക്കി വിതരണം ചെയ്യുന്നു. അതിൽ നിന്നതാണ് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലുള്ള ഉമ്മയും പാപ്പയും സ്നേഹിതരുമൊക്കെ ചെറുപ്പക്കാരെ ഹൗദുൽ കൗസർ വാങ്ങി കുടിച്ച് സന്തോഷിക്കുമ്പോൾ നമ്മളപ്പുറത്തുള്ള നരകത്തിൽ കടന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കഠിന വിരോധിയായ അബൂ ജഹലിന്റെ ശരീരം ഇന്ന് നമ്മൾ കാണുന്ന തീയിന്റെ 70 ഇരട്ടിയുള്ള ജഹന്നമിന്റെ തീ കൊണ്ട് പൊള്ളിയിട്ട് ശരീരം പൊക്കിളങ്ങി പഴുത്തു. അവിടുന്ന് ഇങ്ങനെ ചലമലിക്കുമ്പോൾ ആ
ആ ജലം കുടിക്കേണ്ട ഗതികേട് ഒരു മനുഷ്യന് വന്നാൽ അവനെ പോലെ നഷ്ടപ്പെട്ടവൻ വേറെയുണ്ടോ? അതാരാണ്? പേരോടിന്റെ വകയല്ല, മഹാനായ ഖലീൽ തങ്ങളുടെ വകയല്ല, മഹാനായ ഖബറുൽ പരമസ്ഥാനിന്റെ വകയല്ല, ഉസ്താദിന്റെ വകയല്ല. ഞങ്ങൾക്കെല്ലാം വിജയത്തിന്റെ സർവപണ്ഡിതന്മാർക്കും സയ്യിദന്മാർക്കും യോഗ്യരായ എല്ലാ വിജയത്തിന്റെയും നിദാനമായ പടച്ചറപ്പുകളെ പാപക്കാർക്ക് വേണ്ടി തങ്ങൾ എന്നോട് പറയുന്നതല്ലേ അല്ലാഹു തആല തന്റെ നബിയോട് പറഞ്ഞത്. ഈമാനുള്ള പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ദോഷം ഞാൻ പുറത്തു കൊടുക്കാൻ തങ്ങൾ എന്നോട് പറയണമെന്നല്ലേ അല്ലാഹു പറയുന്നത്. ഞാൻ ആവശ്യപ്പെട്ട ഈ പാപപ്പെട്ട എന്നെയും നിങ്ങളെയും നരകക്കുന്നിൽ വെച്ച് രക്ഷപ്പെടുത്താനുള്ള ഏറ്റവും വലിയ റഹ്മത്തുൽ ആലമീൻ സഫീഉൽ മുനീബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിൽ നമ്മുടെ സ്നേഹിതന്മാരെ ഹൗൽ കൗസർ വാങ്ങി കുടിക്കുമ്പോൾ അതിനപ്പുറത്ത് നബിതങ്ങളെ ഏറ്റവും വെറുത്ത നബിതങ്ങൾ വെറുത്ത അവന്റെ ശരീരം നരകത്തിൽ പഴുത്തി ചലനങ്ങനെ ഒലിക്കുമ്പോൾ ആ ഒലിക്കുന്ന ചലം കുടിക്കേണ്ടി വരും. നബിതങ്ങൾ പറയുന്നു വല്ലവരും ലഹരിയുള്ളത് കുടിച്ചാൽ, മദ്യപിച്ചാൽ, ബ്രാൻഡി കുടിച്ചാൽ, വിസ്കി കുടിച്ചാൽ, ചാരായം കുടിച്ചാൽ, കള്ള് കുടിച്ചാൽ അവരാഹുതേല തീരത്തുൽ ഖബാല വിളിക്കും. എന്താണ് നബിയെ തീരത്തുൽ ഖബാല എന്ന് ചോദിക്കുമ്പോൾ അറഹത്തു അഹ്ലിന്നാർ അവസാറത്തു അഹ്ലിന്നാർ നരകക്കാര ശരീരം ധരിക്കുന്ന നീരാണ് അല്ലെങ്കിൽ ജലമാണ് നരകക്കാരിൽ ഒന്നാമരല്ലേ അബൂജഹൽ, അമ്പിയാക്കളെ എതിരാളികൾ അതാ നരകത്തിൽ ഇങ്ങനെ ചലവലിക്കുമ്പോൾ അത് കുടിക്കേണ്ടി വന്നാൽ അവരെ പോലെ ഗതികെട്ടവരുണ്ടോ? അതുകൊണ്ട് ചെറുപ്പക്കാരെ ഒരിക്കലും മദ്യത്തിലേക്ക് നീങ്ങലേ, വ്യഭിചാരത്തിലേക്ക് നീങ്ങലേ, പലിശയിലേക്ക് നീങ്ങലേ. കൃത്യമായി നിസ്കരിച്ച് അല്ലാഹുവിന്റെ മഹത്തമായ പേര് ഞാൻ പറഞ്ഞല്ലോ, അല്ലാഹു റഹ്മാൻ റഹീം റബ്ബുൽ ആലമീൻ മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം കൊടുക്കുന്ന പടച്ചറപ്പിന്റെ കോടതി. ആ കോടതിയുടെ ഉടമസ്ഥനാണവൻ, അതിന്റെ അധിപനാണവൻ. അവൻ തന്നെയാണ് എന്റെ കണ്ണിന്റെ അധിപൻ, അവനാണ് എന്റെ കാതിന്റെ അധിപൻ, അവനാണ് എന്റെ തലയുടെ അധിപൻ, അവനാണ് എന്റെ ശരീരത്തിന്റെ ഉടമസ്ഥൻ, അവനാണ് എന്റെ അവന്റെ അവന്റെ അധികാരത്തിലെത്തിയാണ് ഒരു ശക്തി അവന് കഴിവ് നഷ്ടപ്പെടുത്തിയോ ഒരു സെക്കൻഡ് അവന്റെ ഹാർട്ടിന്റെ ചലനം നിർത്തിയാൽ നിൽക്കൽ കഴിയൂല. അവൻ തന്നെ അവർക്ക് നിർത്തിക്കളഞ്ഞാൽ ശരീരം നീരുവന്ന് തടിച്ചിട്ട് നടക്കാൻ കഴിയൂല. റബ്ബിനെ മറന്നു പോകാതെ റബ്ബിന്റെ അധീനതയിൽ ജീവിക്കുന്ന അടിമകളുടെ ബോധത്തോടെ കൃത്യമായി 5 ദിവസം നിസ്കരിച്ച് പ്രിയപ്പെട്ട നേതാവിനെ വിളിച്ച് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് അതാകാതെ നിശ്ചയിക്കപ്പെട്ട സമയത്ത് തന്നെ ഹബീബായ നബികളെ വിളിച്ച് സലാം പറഞ്ഞുകൊണ്ടുള്ള നിസ്കാരം, അല്ലാഹുവിന്റെ പേര് ചൊല്ലിയുള്ള നിസ്കാരം, അവരെ തസ്ബീഹിലുള്ള നിസ്കാരം, അത് കൃത്യമായി നിസ്കരിച്ചും മറ്റു ഫർളുകൾ ജീവിതത്തിലെടുത്തു. അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഗീബത്ത് പറയാതെ, നബിയത്ത് പറയാതെ, ആലിമീകളെ ഗ്രൂപ്പിലിരിച്ച് ചീത്ത പറയാതെ, സയ്യിദന്മാരെ രാഷ്ട്രീയം നോക്കി നിസ്സാരപ്പെടുത്താതെ
എനിക്ക് ഇതല്ല എന്റെ ജീവിതം വരുന്നേ ഉള്ളൂ. ഉമ്മാന്റെ വയറ്റിൽ കുറച്ചു കാലം കഴിഞ്ഞതുപോലെ കുറച്ചു കാലം ജീവിച്ച് ഞാൻ പോകാതിരിക്കുന്നു. എന്റെ ബാപ്പ നിർമ്മിച്ച വീട്ടിൽ ഇന്ന് ബാപ്പയില്ല. ബാപ്പ അതാ കുഴിച്ചിട്ട് വളർത്തിയ തെങ്ങിന്റെ ഇളന്ന് ബാപ്പ പറിക്കുന്നില്ല. ബാപ്പ കുഴിച്ചിട്ട മാവിൽ ബാപ്പ മാങ്ങ പറിക്കുന്നില്ല. ബാപ്പ കുഴിച്ചിട്ട പ്ലാവിൽ നിന്ന് ചക്ക പറിക്കുന്നില്ല. ബാപ്പ കിടക്കാൻ വേണ്ടി നിർമ്മിച്ചു വെച്ച കട്ടിലിൽ നിന്ന് ബാപ്പ കിടക്കുന്നില്ല. ബാപ്പ കബറിൽ പോയി കിടക്കുന്നു. ഉമ്മ കിടക്കുന്നു. എത്രയോ പ്രിയപ്പെട്ട എന്റെ ഗുരുവര്യന്മാര് കിടക്കുന്നു. എന്നെക്കാൾ പ്രായം ചെറിയ എന്റെ ശിഷ്യന്മാർ പലരും കബറിൽ കിടക്കുന്നു. എന്റെ സ്നേഹിതന്മാര് പലരും കബറിൽ കിടക്കുന്നു. ഞാൻ കബറിലെത്തുന്നത് നാളെ രാത്രിയാണോ അല്ല ദിവസങ്ങളുണ്ടോ? എനിക്കൊരു വിവരം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണോ ആഖിറത്ത് ചിന്തിച്ച് ജീവിക്കുന്നവൻ അവനാണ് ബുദ്ധിയുള്ളവൻ കേട്ടോ. കൊടുത്തിട്ട് ആഖിറം വാങ്ങാത്തവൻ, വില കൊടുത്തിട്ട് ആഖിറം വാങ്ങാത്തവൻ പരാജയപ്പെട്ട കച്ചവടക്കാരൻ തന്നെ. ആഖിറം വിലക്ക് വാങ്ങുന്നതിന് പകരം ദുനിയാവിലെ സ്ഥാനമാനും ദുനിയാവിലെ പണവും അധികാരം ആഖിറം കൊടുത്ത് വാങ്ങുന്നവരെ പോലെ പരാജയപ്പെട്ടവർ വേറെയില്ല, കൈകടിക്കുന്നവരില്ല. ഈ ബോധത്തോടെ ജീവിച്ച് മരിച്ചു മരിക്കണം എന്നോട് നിങ്ങളോടും വസിയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഇത് തമാശയല്ല, ഒരു ദിവസം അനുഭവിക്കാനുള്ള വിഷയമാണ്. തമാശയല്ല, ഒരു ദിവസം അനുഭവിക്കാനുള്ള വിഷയമാണ്. പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അങ്ങനെ തന്നെ അങ്ങ് മരണപ്പെടുകയായി. അടുത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടുപോയി വേറെ ഒരാൾ, വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടുപോയി വേറെ ഒരാൾ, ഓഫീസിൽ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടുപോയി വേറെ ഒരാൾ, ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ കുഴഞ്ഞു വീട് മരിച്ചുപോയി വേറെ ഒരാൾ. ഇങ്ങനെ മരിക്കുന്നത് നമ്മളിങ്ങനെ കാണുകയാണ്. നമ്മളെ മനസ്സിൽ ബോധം വരുന്നില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ ഉപദേശം മരണമാണ് എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തി എന്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ബഹുമാനമുള്ളവർ ഇപ്പോൾ ശിലാസ്ഥാപനം നടത്തുന്ന സെന്ററും അല്ലാഹു തആല ഓഫീസും സെന്ററും ഒക്കെ നമുക്ക് ഇതിന് സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. അതിന് സഹകരിക്കുന്ന പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും സ്വർഗ്ഗത്തിൽ നൽകുമാറാകട്ടെ. ഇവിടെ ഞാൻ കയറി വന്നപ്പോൾ പലരും സിറാജിലേക്ക് നേർച്ച തന്നവരുണ്ട്. ഇവിടത്തെ ഈ ഭാഗത്ത് റഷീദ് സഖാഫി പയ്യനാടാണ്. നിങ്ങളൊക്കെ സംഭാവനകളും നേർച്ചകളും കൊടുക്കാറുണ്ട്. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് തങ്ങളവர்கள் ദുആ ചെയ്യും. അല്ലാഹു തആല തങ്ങളവർക്കും നമ്മുടെ മുഴുവൻ സാദാത്തുക്കൾക്കും ആലിമീങ്ങൾക്കും നമുക്കും ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഏറ്റുപേരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങൾ മഅദിൻ സ്ഥാപനങ്ങൾ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നു. മർക്കസ് സഖാഫത്ത് സുന്നിയ മഹാനശീഖന കാന്തപുരം ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഞങ്ങളെപ്പോലെ ആയിരക്കണക്കിന് ആളുകളെ ഉസ്താദുകൾ വാർത്തപ്പെടുത്തിക്കൊണ്ട് വാർത്തകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും റഹ്മാനേ. മർക്കസ് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ തുടങ്ങി എത്രയോ സ്ഥാപനങ്ങൾ ഞങ്ങളവരുടെ ജ്യേഷ്ഠ സ്ഥാപനം നടത്തുന്നു. അവിടെ കാസർഗോഡ് വേറൊരു സ്ഥാപനം നടത്തുന്നു. കണ്ണൂരിൽ മജ്‌ലിസും അതുപോലെ ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നു. അല്ലാഹു തആല എല്ലാ സ്ഥാപനങ്ങളും എല്ലാ ജില്ലകളിലും എല്ലാ സ്റ്റേറ്റുകളിലും ലോകത്തെവിടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും അല്ലാഹു പുരോഗമിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീൻ
പെടുത്തുമാറാകട്ടെ. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ചെയ്യണം. നേരത്തെ പറഞ്ഞല്ലോ യാത്ര കഴിഞ്ഞ് വന്നിട്ട് ചെറിയ തലകറക്കം അതുകൊണ്ടാണ് നിങ്ങളോട് തങ്ങൾ വരാൻ വേണ്ടി നേർച്ചയാക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ തങ്ങളവരോട് സമ്മതിച്ചു തർക്കങ്ങൾ കഴിഞ്ഞാൽ പോകും. എല്ലാവരും സമ്മതം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വാർത്തുന്നു. സാധുക്കളായ ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളൊക്കെ നിന്റെ പ്രതിനിധിയാക്കണം റഹ്മാനെ. ഞങ്ങളെ മജിലിസാക്കണം റഹ്മാനെ. ഞങ്ങളെ സ്ഥാപനങ്ങളാക്കണം റഹ്മാനെ. ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേതൃത്വങ്ങളും സദസ്സുകളും നൽകിയ എല്ലാ ആളുകളുടെയും ഹൈറായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റണം റഹ്മാനെ. വിദേശ രാജ്യങ്ങളിൽ സൗദി അറേബ്യയിൽ പ്രത്യേകിച്ചും വലിയ ജോലി പ്രവർത്തനങ്ങളും ബിസിനസ് പ്രശ്നങ്ങളെ കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ നീ പറഞ്ഞാക്കരുത് റഹ്മാനെ. മുഅ്മിനീങ്ങളായ എത്രയോ ആളുകൾ വിദേശ നാടുകളിൽ അധ്വാനിച്ച് വർദ്ധിച്ചിട്ടുന്നത് കൊണ്ട് എത്രയോ യതീം കുട്ടികൾക്കും മഗതികൾക്കും ഒക്കെ ഭക്ഷണം കൊടുക്കുന്നവരും എത്രയോ സ്ഥാപനങ്ങൾ നടത്തുന്നതും അല്ലാഹുവേ എല്ലാ സ്ഥലങ്ങളിലും ഈ ഖൈറിന്റെ വഴികൾ തുറക്കണം റഹ്മാനെ. ശർറിന്റെ വാതിലുകൾ അടക്കണം റഹ്മാനെ. ഞങ്ങളെല്ലാവരും സാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. ആഖിബത്ത് നിന്നാക്കി മരിപ്പിച്ച് സാലിഹീങ്ങളെ കൂടെ ഞങ്ങൾ നിലനിർത്തി റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا ارحم الراحمين. ബഹുമാനപ്പെട്ട തങ്ങളെ നമുക്ക് ശിലാസ്ഥാപനം നടത്തിയവരോട് സംസാരിക്കുകയും ചെയ്യും എന്ന് അറിയിച്ചു ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. SSFന്റെ സമ്മേളനം അറിയാത്ത ആരും ഉണ്ടാവുകയില്ല. ഏപ്രിൽ 1 തുടങ്ങിയതാണ്. 26, 27, 28 സമാപിക്കാണ്. അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിലും സഹായങ്ങളിലും നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം. തങ്ങളവരുടെ സ്വാഗതങ്ങൾ ചെയർമാൻ ഞാനതിന്റെ കൺവീനറും ഒരുപാട്